Smoking is injurious to health. Smoking causes cancer. പുകവലി ആരോഗ്യത്തിന് ഹാനികരം. പുകവലി അർബുദത്തിന് കാരണമാകുന്നു. British Airways departure to Mumbai, flight number 139, final call. Now closing at gate C62. In preparation for departure, please fasten your seatbelt, close the tray table, keep your seat back upright and open your window shades. All hand luggage must be മഹിളാമാൾ തുടങ്ങിയതും ഈ കൊല്ലമായിരുന്നു. തൊണ്ടയാട് പാലത്തിലൂടെ വണ്ടി ഓടി തുടങ്ങിയതും ഈ ഒരു കൊല്ലത്തിനകമല്ലേ? പുതിയ നമ്പറായി വന്ന 104.8 കോഴിക്കോട് നെഞ്ചിലേറ്റിയിട്ടും ഒരു കൊല്ലം. എന്ത് തടിയാട്ടാ തടിച്ച്? നല്ല തടിയല്ലേ? വണ്ടി വിടാന്ന് പറഞ്ഞിട്ട് വല്ലാത്ത ചെയ്താണല്ലോ ചെയ്ത്. അരമണിക്കൂറോടെ വെയിറ്റ് ചെയ്യുന്നത്. വിഷയുടെ വണ്ടി വിട്ടില്ലേ? അതിന് വേറെ ഏതോ ഫാമിലി മാറി കയറിയത്രേ. അപ്പൊ അത് വഴിയിലെത്തിയപ്പോഴാണ് അവനകത്ത്. ബെസ്റ്റ് ഡ്രൈവറാണല്ലോ.
അവനൊരു മണിക്കൂറോളം വെയിറ്റ് ചെയ്ത് പോവാം. ഞാനെന്ത് ചെയ്യാനാ? കണ്ടില്ല, കണ്ടാലല്ലേ കയറാൻ പറ്റും. ഇതല്ലേ കുഞ്ഞി? ആ ആ ജയശ്രീ ചേച്ചി. എന്താ പേര്? തനുജ. തനുന്ന് വിളിക്കും. മൂത്തൻ നിഖിൽ. വെന്റിലേറ്റർ എപ്പോഴാണ് മാറ്റുക? ഇപ്പം തന്നെ നിനക്ക് വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു. വീട്ടിലേക്ക് കൊണ്ടുപോവാം. ഇനി കുറച്ച് നേരം കൂടെ അല്ലേ ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ ഇവിടെ കരുതിയിട്ട് എന്താ കാര്യം? അവിടെയാണെങ്കിൽ അമ്മ സമാധാനമായിട്ട് കണ്ടേ. ഞാനിത് എടുക്കാൻ പോവാണേ. കുലത്താരാണോ ആയ പെണ്ണാണേ കണ്ടേ ചെമ്മാനക്കാരാണെന്നേ ആനപ്പുറത്താണേ വന്നേ നീളേ ചാലെല്ലാം വിത്തും വീണേ അമ്പേറ്റ കിളിയെ പോലെ മാറിക്കുടം മണ്ണിൽ വീണേ കവിളിലും ചാലും മാഞ്ഞേ മുടി കോതാൻ കാറ്റും വന്നേ ചെവിയോരം പയ്യേ ചൊന്നേ ഞാൻ വന്നേ നീ പോരെന്നേ നിറയോ 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 കണ്ണിറയെ നിറയോ നിറയോ കുലത്താരാൻ വന്നേ ആയ പെണ്ണാണേ കണ്ടേ ചെമ്മാനക്കാരാണേ ആനപ്പുറത്താണേ വന്നേ.
എന്താടാ 6:50 ആവാനായി. അതിന് ആ പാട്ടൊന്ന് കേൾക്കാനാ. പക്ഷെ യൂട്യൂബിൽ കേൾക്കടാ. ഇതിൽ കേട്ടിട്ട് കുറെ കാലമായില്ലേ. നമസ്കാരം പ്രിയ വയലും വീടും ശ്രോതാക്കളെ. ഞാൻ ഒന്ന് വലിച്ചിട്ടില്ല. നീ വലിയ തുടങ്ങിയ ഞാൻ സിഗരറ്റ് വലിക്കാറില്ല. വലിയൊക്കെ തുടങ്ങിയോ? ഇവിടുന്ന് പോയതിന് ശേഷം തുടങ്ങിയ ശീല നിർത്താൻ നോക്കുന്നുണ്ട്. തിരിച്ചെന്നാ? 24th. ഇത്ര പെട്ടെന്ന് പോണോ? പോയിട്ട് 1-2 അർജന്റ് മീറ്റിംഗ്സ് ഉണ്ട്. നഫീസയ്ക്ക് എന്തൊക്കെ പണിയുണ്ട്. ഇവിടെ നിന്നിട്ടും കാര്യമൊന്നുമില്ലല്ലോ. മോ ഹിന്ദുവാണോ? അവനങ്ങനെ മതമൊന്നുമില്ല. ഭാസ്കർ ഹിന്ദുവാക്കാൻ കുറെ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. അമ്പലത്തിലും കൊണ്ടുപോവായിരുന്നു. ലണ്ടനിൽ ഒത്തിരി അമ്പലങ്ങളുണ്ട്. ഇപ്പൊ പള്ളിയിലോ? ചെറുതാന്നപ്പോ കൊണ്ടുപോവായിരുന്നു. ഞാൻ നിസ്കരിക്കാനൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ അവൻ ഒന്നും ചെയ്യാറില്ല. അവൻ അതിനോടൊക്കെ ഭയങ്കര പുച്ഛവും ദേഷ്യമൊക്കെയാണ്. പിന്നെ പറഞ്ഞു വരുമ്പോ UK ഒഫീഷ്യൽ റിലീജിയനൊക്കെ ഉണ്ട്. പക്ഷെ ഇപ്പോഴത്തെ കുട്ടികളല്ലേ, മിക്കവാറും നിരീശ്വരവാദികൾ അവിടെ. പറഞ്ഞല്ലോ വിദ്യാർത്ഥി നേതാവാണ് പോലും. ഒരു സെക്കൻഡ് എനിക്ക് പൂർത്തിയാക്കണം. കേരളത്തിൽ താങ്കൾ ദേവസ്വം ബോർഡ് സംവരണം കൊടുത്തു പറഞ്ഞു. താങ്കൾ ഭരണഘടനയെ ബഹുമാനിക്കുന്നെങ്കിൽ ദേവസ്വം ബോർഡ് പട്ടികജാതി പട്ടികവർഗക്കാരെ ഹിന്ദു ജനസംഖ്യയിൽ 18% ആ 18% സംവരണം കൊടുക്കണം. നിങ്ങൾ കൊടുത്തു വെച്ചാൽ 12% മാത്രമാണ്. നിങ്ങൾ ഈഴവർക്ക് 3% കൂട്ടി കൊടുത്തു. 14 Oh, it's really bad. Morning on the Arsenita, it's 7 in the evening now. I'm Nikhil, by the way. Riyadu, I'm Adira, in case you didn't know. Adira എന്ത് ചെയ്യുന്നു? MA social work. That's interesting. Why social service? Social work. Is there a big difference? ചെറിയച്ഛൻ പറഞ്ഞ ഇയാൾ സിനിമ പിടിക്കാൻ നടക്കണം. ഒരു വലിയ സിനിമ ചെയ്തിട്ട് വരുവാ. 12 minutes. കാണാൻ പറ്റുമോ? I don't think it's worth your time. എന്താ? വെറും കൈയോടെയാണോ വന്നേ? അല്ല, സാധനമുണ്ട്. എടുക്ക്, തുടങ്ങാം. ഇപ്പോഴോ? ഞാനെന്താ കഴിഞ്ഞില്ലല്ലോ.
ഇന്നൊരു ഫോൺ കോൾ ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചതല്ല. സേതുട്ടൻ്റെ പേര് കാണിച്ചപ്പോൾ കണ്ണൊക്കെ നിറഞ്ഞു. അവസാനമായിട്ട് അമ്മ പറഞ്ഞ കാര്യങ്ങളൊന്നായിരുന്നു അത്. രണ്ടു കാലം നില കമ്പിക്കല്ല സങ്കടമുണ്ട്. ഐഡിയ ഇൻട്രസ്റ്റിംഗ് ആണ്. പക്ഷെ ഫിലിം കൊള്ളില്ല അല്ലേ? അങ്ങനെ ഞാൻ പറഞ്ഞില്ലല്ലോ. ഫസ്റ്റ് അറ്റംപ്റ്റ് അല്ലേ, കുറ്റം പറയാൻ പറ്റൂല. തനുവായിട്ടുള്ള ഏജ് ഡിഫറൻസ് എത്രയാ? Around 18 now? Yeah, I know. എനിക്കൊരു പ്രായപ്പോഴത്തേക്കും അച്ഛനും അമ്മയ്ക്കും മനസ്സിലായി എന്നെ കൊണ്ട് വലിയ ഉപയോഗമൊന്നുമില്ല. അപ്പോൾ അവൻ രണ്ടാമതൊരു കുട്ടിയും കൂടി ആവാൻ ഓർത്ത് കാണും. ശരിക്കും അങ്ങനെ വലിയ കോംപ്ലിക്കേഷൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല അവിടെ. പിന്നെ ലേറ്റ് 30s ഏർലി 40s പ്രഗ്നൻസി വളരെ കോമണാണ്. ഞങ്ങൾക്ക് ചെറിയ ഫിയർ ഉണ്ടായിരുന്നു, പക്ഷേ എല്ലാം സ്മൂത്തായി പോയി. അവര് കലാപരിപാടി തുടങ്ങിയെന്നാ തോന്നണേ. കുടിക്കുവോ? ആ, ഇടയ്ക്കൊക്കെ ഭാസ്കറിനൊപ്പം വീട്ടിൽ അല്ലെങ്കിൽ പിന്നെ ഓഫീസിൽ എന്തെങ്കിലും പാർട്ടിയൊക്കെ വരുമ്പോൾ. നിങ്ങൾക്കൊക്കെ ആറാമല്ലേ? ചേച്ചി കുടിക്കുമോ? വല്ലപ്പോഴൊക്കെ. വിശ്വേട്ടൻ ഒറ്റയ്ക്ക് കുടിക്കുമ്പോഴേ കമ്പനിയൊക്കെ കൊടുക്കും. അപ്പം നമുക്കൊന്ന് പോയാലോ? ഓ ചെറിയ ചേച്ചിയെ ആ മീൻ വറുത്തായ അങ്ങോട്ട് കൊണ്ടുവരണേ. യുനോ, ഞാൻ നിഖിലിനെ ആദ്യം കണ്ടപ്പോൾ വിചാരിച്ചു യോദസ് മലയാളം കുറച്ച് കച്ചറിയാം ടൈപ്പ് ഓഫ് ഗൈ. What's that? അറിയില്ല, TNR I think. Oh, but my Malayalam is pretty decent. അല്ലേ? പ്രത്യേകിച്ച് നാട്ടിൽ ഒരിക്കൽ പോലും വന്നിട്ടില്ലാത്ത ഒരാളെന്ന നിലയ്ക്ക്. സി, അച്ഛനമ്മ ഒരിക്കലും സമ്മതിക്കില്ല. അവരെന്നെ എപ്പോഴും കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കും. ആൻഡ് ദ ഫണി പാർട്ട് ഈസ് ഉമ്മച്ചിയുടെ മലയാളം എന്നേക്കാളും മോശം. വീട്ടിൽ മലയാളമാണോ സംസാരിക്കല്? വീട്ടില് അച്ഛനമ്മയും മലയാളം തന്നെയാ. ഞാൻ എപ്പോഴും ഇല്ല. ഡിപ്പെൻസ്. മൂഡ് പോലെ ഇരിക്കും. നമ്മൾ ആദ്യമായിട്ടല്ലേ ചേച്ചി ഇങ്ങനെ ഒരുമിച്ചിരുന്ന് കുടിക്കുന്നത്? ആഹാ, അപ്പൊ ചന്ദ്രന്റെ കല്യാണത്തിന് അയച്ചതോ? ആ, ഞാൻ മറന്നു. അവൻ എങ്ങനെ ഓർക്കാനാ? നല്ല അടിയായിരുന്നല്ലേ? ചന്ദ്രുവിൻ്റെ കല്യാണം കഴിഞ്ഞില്ലേ? പിന്നെ കഴിഞ്ഞു. കഴിഞ്ഞ 24 കൊല്ലത്തിനുള്ളിൽ അങ്ങനെ എത്ര പേരുടെ കല്യാണം കഴിഞ്ഞു? ഇതാരുടെയാ? ചെറിയച്ഛൻ്റെ തോന്നുന്നു. സേതു അങ്കിൾ ഗിറ്റാർ വായിക്കും? അല്ല, യുവർ ഡാഡ്. റിയലി? നന്നായി വായിക്കുന്ന സേതു ചെറിയച്ഛൻ പറഞ്ഞത്. എന്തായാലും വായിക്കാറില്ല അങ്ങനെ. എന്താ ആർക്കറിയാം? നമുക്ക് പോയി നോക്കിയാലോ അടിയില് വായിക്കാമെന്ന്. അപ്പൊ ആരാ ഗിറ്റാർ പഠിക്കാൻ കൊണ്ടാക്കിയത്? അച്ഛൻ തന്നെ. ഇപ്പൊ ചോദിച്ചിട്ടില്ലായിരുന്നു എന്ത്? അച്ഛൻ വായിക്കില്ലേന്ന്? പിന്നെ ഇടയ്ക്ക് വെച്ച് നിർത്തിയായിരുന്നു. ഇപ്പൊ വീണ്ടും തുടങ്ങാൻ ഒരു തോന്നൽ. ഹാർട്ട് ഇസ് ഫുൾ ഓഫ് പെയിൻ. ഇതിപ്പോഴും ഉണ്ടോ ഇവിടെ? കളഞ്ഞില്ല അത്. നിന്റെ കമ്പിയൊക്കെ പൊട്ടിക്കിടക്കായിരുന്നു. ഞാനത് ഇപ്പോഴത്തെ മാറ്റിയതാ. വായിക്ക ചെറിയച്ച. എനിക്ക് പറ്റില്ല. കുറെ കാലമായില്ലേ. ഇവൻ വായിക്കും.
മിഴികളാം നദി തൻ മടിയിൽ ഒരു കിനാവ് പോൽ ചുഴിയിൽ വീണുപോയി ഞാൻ പ്രണയലോല നീ മിഴി തുറന്നിടും വരെ നീ അറിയാതൊരു നാൾ മിഴികളാം നദി തൻ മടിയിൽ ബിന്ദു ഈ കേസ് ഓഫാക്കിനോ? ആക്കിക്കമ്മേ. മോനെ നാരായണി അടുത്ത് പോയില്ലേ? കേട്ടില്ല. നമ്മളെ കാനാച്ചേരിന്റെ ദാസനാ പറഞ്ഞ് നാരായണി അടുത്ത് പോയിന്ന്. കേട്ട പാടെ ഞാൻ ഏറ്റുകളെ രണ്ടിനെയും വിളിച്ച് ഇറങ്ങി ഓടിയതാ. ഭക്ഷണം പോലും കഴിച്ചിട്ടില്ല മോനെ. ഇവിടെ ദോശയുണ്ട്. ദോശ വേണ്ട മോനെ. ഭാസ്കര, എന്റെ മോനെ കണ്ടിട്ട് എത്ര കാലായി. ഞാൻ ഞാളെയൊക്കെ മറന്നുല്ലേ? നാരായണ അടുത്ത് എത്ര കാലമായി കിടത്തം കിടക്കുന്നത്. ഞാൻ ഇടയ്ക്കൊക്കെ വന്നു നോക്കും, അല്ലാണ്ട് ഞാൻ എന്ത് ചെയ്യാനാ? നിങ്ങളെന്തിനാ വന്നു നോക്കുന്നത്? വേറെ എത്ര ആൾക്കാരുണ്ട്, നിങ്ങൾ മാത്രം വന്നു നോക്കണോ? നീ ഒന്നും മിണ്ടാണ്ടിക്ക് ബിന്ദുവോ? ആ അത് തന്നെ, വെറുതെ വർത്താനം പറയാ. എന്തെങ്കിലും ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കണം, സ്ഥിരമുള്ള സ്വഭാവമായിട്ട്. എപ്പോഴും വിളിക്കുമ്പോൾ എന്നെ ഓടി വരുന്നത്, വേറെ ആരും വരുന്നില്ലല്ലോ. അതുകൊണ്ട് ഞാൻ പറഞ്ഞതാ, ആദ്യം ഒന്ന് നിർത്തിക്കാളി. എന്റെ മോനാ? ആ വാ. ഇത് ദേവകി മുത്തശ്ശി, മുത്തശ്ശിയുടെ മക്കളാ ഇന്ദു ആൻറ്റി, ബിന്ദു ആൻറ്റി. എടാ മോനെ, അച്ഛൻ ഞാളപ്പരിയൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടോ? പിന്നെ മലയാളമൊക്കെ അറിയോ? പിന്നെ ആശാന്റെ പദ്യം വരെ ചൊല്ലും. ശരിക്കോ? എന്നാരാണ് ചെല്ലു കേക്കട്ടെ. ഹായ്. നേരത്തെ എണീറ്റോ? ആ അച്ഛമ്മ ഇല്ല. ആക്ച്വലി ആർ യു ഫ്രീ നൗ? എനിക്കൊരു വാക്കിന് പോയാൽ കൊള്ളാമെന്നുണ്ട്. ഇവിടെ അങ്ങനെ അടുത്ത് നല്ല സ്ഥലം ഉണ്ടെങ്കിൽ. ബിസി ആണെങ്കിൽ കുഴപ്പമില്ല. ഞാനെന്താ പോവാലോ? എനിക്കൊരു 10 മിനിറ്റ്, ഞാൻ റെഡിയായി വരാം. I'll be downstairs then, yeah? എനിക്കെല്ലാം ഓക്കെ ആണോ? നേരത്തെ ഭയങ്കര ഡിസ്റ്റർബ്ഡ് ആയ പോലെ തോന്നുന്നു. It's nothing. ഇപ്പം കുറേ ആൾക്കാരൊക്കെ ഉണ്ടതിൻ്റെ.
എനിക്ക് ചെറിയ സോഷ്യൽ ആങ്സൈറ്റി ഒക്കെ ഉണ്ട്. ഐ വാസ് വണ്ടറിങ് എന്താ പ്രശ്നം എന്ന്. എനിക്ക് ഈ ട്രിപ്പിന് വരാനൊരു മൂഡില്ലായിരുന്നു. അത് മുഖത്ത് എഴുതി വെച്ചിട്ടുണ്ടല്ലോ. പിന്നെന്തിനാ വന്നേ? അച്ഛൻ ഫോഴ്സ് ചെയ്തു. എനിക്കൊരു നല്ല ചേഞ്ച് ആവുമെന്നൊക്കെ പറഞ്ഞു. എന്ത് ചേഞ്ച്? I was kind of in a bad state there. സംസാരിക്കണോ അതിനെപ്പറ്റി? A few months back, I went through this breakup. ഒരു 5-year long relationship ആയിരുന്നു. ഫസ്റ്റ് ലവ് എന്നൊക്കെ പറയും. എന്ത് പറ്റിയതാ? ഞങ്ങൾ ഒരുമിച്ചായിരുന്നു കോളേജിൽ. നടുവിൽ ഐ ഡ്രോപ്ഡ് ഔട്ട്. പക്ഷെ അപ്പോഴും റിലേഷൻഷിപ്പ് സ്ട്രോങ് ആയിരുന്നു. പിന്നെ ആഫ്റ്റർ ഗ്രാജുവേഷൻ ഷീ വെന്റ് ഓൺ ടു ലണ്ടൻ ടു ഡു എ മാസ്റ്റേഴ്സ്. ഇപ്പോഴും വി കെപ്റ്റ് ഇൻ ടച്ച്. Out of nowhere, I get this call and she says, വേറെ ആരും ഇഷ്ടമാണ്. കോൾ അങ്ങനെ തന്നെ വെച്ചു. ഒന്നും പറയാൻ കിട്ടിയില്ല. ആരൊരു പിന്നെടുത്ത് ഇവിടെ ഇങ്ങനെ കുത്തിയ പോലെ. ഈ ഹാർട്ട് ബ്രേക്ക് എന്നൊക്കെ ആൾക്കാർ പറയുന്ന ഇതാണെന്ന് എനിക്കിപ്പോഴും എവിടെ കിട്ടി. പറയുമ്പോൾ കൂടെ എന്തോ ഒരു സ്ട്രെയിൻ സെൻസേഷനാണ് ഇവിടെ. I can't get over it. ഞാൻ പറയുന്നതിനെങ്കിലും മനസ്സിലാവുമെന്നറിയില്ല, എന്നാലും പറയാം. അത് കണ്ടോ? എന്ത്? അത് ഇട്. കണ്ണടച്ചേ. ഇനി ഇമാജിൻ ചെയ്യും, നിഖിലിൻ്റെ കയ്യിലൊരു ബട്ടർഫ്ലൈ വന്നിരുന്നു. നിഖിലിന് അതിനെ ഭയങ്കര ഇഷ്ടമായി. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ അതിന് പറക്കണം. ആൻഡ് യു ലെറ്റ് ഹർ ഗോ. അത് ചിലപ്പോൾ ആകാശത്തായിരിക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും പൂവിൻ്റെ മേലെ, അതും അല്ലെങ്കിൽ വേറെ ആരുടെയും കയ്യിൽ. പക്ഷെ ചിലപ്പോൾ അത് തിരിച്ചു വന്നേക്കാം, നിഖിലിൻ്റെ കൈ അന്വേഷിച്ചു. മേ ബി. പക്ഷേ അങ്ങനെ അല്ലെങ്കിലും അത് ഹാപ്പിയായി ഫ്രീ ആയി പറന്ന് നടക്കുന്നുണ്ടായിരിക്കും. എങ്ങനെയായാലും നിങ്ങൾ ഒന്നിച്ചുണ്ടായിരുന്ന മൊമെന്റ്സ് നിഖിലിന് എപ്പോഴും ചെറിഷ് ചെയ്യാം. കഴിഞ്ഞു, കണ്ണൂർന്നു. I was really warm. നീ അടുത്തൊന്നും ആരും എന്നോട് ഇങ്ങനെ സംസാരിച്ചിട്ടില്ല. ശരിക്കും? Didn't you mean it? കാർമുകിൽ നിറമാറിലായി ചായം മിന്നലായി വേനലിൽ
എല്ലാവരും ഉണ്ടെന്ന് കേട്ട്. അമ്മയ്ക്ക് ഇപ്പം എങ്ങനെയുണ്ട്? അധികം സമയമില്ലെന്നാണ് ഡോക്ടർ പറഞ്ഞേ. ഓ, ഇതാരാ? പേരക്കുട്ടിയാ ഹരി. രാജിൻ്റെ? അല്ല, ഗോവിന്ദൻ്റെ. ഇവൻ +2 ഒക്കെ കഴിഞ്ഞ് കോളേജ് ചേരാൻ നിൽക്കുക. ഏതാ കോഴ്സ്? എഞ്ചിനീയറിംഗ് ആയിരിക്കും. ഒരു കാര്യമില്ല. എൻ്റെ മോൾ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് അതിലും ഉപയോഗമില്ലാത്ത എന്തിനോ ഒന്ന് PG എടുത്ത് ഇപ്പോൾ പണിയില്ലാണ്ട് വീട്ടിൽ നിൽക്കുക. കാലം മാറി. ഇപ്പം BA അല്ലെങ്കിൽ BCom, അതാ നല്ലത്. കളിയാട്ടത്തിനുണ്ടാകല്ലേ? തോന്നുന്നില്ല. ഇന്ന് പോകുന്നാണ് ഡോക്ടർ പറഞ്ഞു. ഓ, അപ്പോൾ പിന്നെ ഭാസ്കരനല്ലേ? അതെ. എന്നെ മനസ്സിലായോ? പിന്നെ രാജീവ് ഗോവിന്ദനൊക്കെ എന്ത് പറയുന്നു? ഓ, സുഖം തന്നെ. ഇത് ഗോവിന്ദൻ്റെ മോന്. ആ. ആ, എന്താ പേര്? ഹരി. വീട്ടിലെ കാര്യമൊക്കെ എങ്ങനെ പോന്നു? അങ്ങനെ പോന്ന്. മറ്റേ പെൻഷൻ്റെ കേസ് ജയിച്ച് ഇനി ഒരു കോമ്പൻസേഷൻ തരണം. ആ, അത് നന്നായി. ഇനിയിപ്പോൾ നിങ്ങൾക്കൊന്ന് വിശ്രമിക്കാമല്ലോ. ഞാൻ വന്നത് ഒരു കാര്യം പറയാനായിരുന്നു. തെക്കേ തൈക്കണ്ടി പറമ്പിൻ്റെ കാര്യമാണ്. അവിടെ ഇപ്പം എന്താ? പഴയ കഥയൊക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോയെന്ന് അറിയില്ല. ഞാൻ നിങ്ങളെ അച്ഛനോട് കുറച്ച് പൈസ കടം വാങ്ങിയിരുന്നു. അതിൻ്റെ ഗ്യാരണ്ടിയാ ആ സ്ഥലം. പൈസ എനിക്ക് കൊടുക്കാൻ കഴിഞ്ഞില്ല. മൂപ്പര് സ്ഥലം അറ്റാച്ച് ചെയ്തു. അന്ന് എന്നോടൊരു വാക്ക് പറഞ്ഞു, ഏതെങ്കിലും കാലത്ത് നല്ലൊരു തുക കൊടുത്താൽ സ്ഥലം എനിക്ക് മടക്കി തരുന്ന കാര്യം ആലോചിക്കാമെന്ന്. അതൊക്കെ എനിക്കറിയാം. ഓ, അതിനിപ്പോൾ എന്താ മാറ്റം വന്നേ? ഇപ്പം എൻ്റെയൊക്കെ കുറച്ച് ക്യാഷ് ഉണ്ടല്ലോ. എനിക്ക് എൻ്റെ സ്ഥലം മടക്കി വാങ്ങണമെന്നുണ്ട്. നിങ്ങളുടെ സ്ഥലമൊന്നും പറയണ്ട. എന്നാലും ചോദിക്കട്ടെ, നിങ്ങൾ എത്ര തരും? ഞാൻ 40 ലക്ഷം ഉറുപ്പ്യ തരാം. 40 സെൻറ്റിനോ? നിങ്ങൾ കളിയാക്കേ? എന്നാ വിശ്വം പറ, ഞാൻ എന്താ തരേണ്ടത്? അച്ഛനെടുത്ത സമയത്ത് വലിയ വിലയില്ലാതെ കിടന്ന സ്ഥലമാണ്. ഇപ്പം അങ്ങനെ അല്ലല്ലോ. ബൈപ്പാസ് വന്നാൽ 5 മിനിറ്റ് വേണ്ട അങ്ങോട്ട് നടക്കാൻ. സെൻറ്റിന് 2 ലക്ഷത്തിൽ കുറയില്ല. 80. അത് തന്നെ കുറവാ. എന്താ വിശ്വ ഈ പറയുന്നത്? നമ്മളെ കൊയിലാണ്ടിയിലേടി സെൻറ്റിന് 2 ലക്ഷം കിട്ടുന്ന സ്ഥലം അത് കുറച്ച് കൂടുതലാണ്. കാലം മാറി രാമേട്ട. റിയൽ എസ്റ്റേറ്റ് കയറിയില്ലേ? എന്നാലും ഇത് മാർക്കറ്റ് പ്രൈസിനേക്കാളും അധികമാണ്. ഞാൻ എൻ്റെ വില പറഞ്ഞു. നിങ്ങൾക്ക് തരാൻ പറ്റിയ നിങ്ങൾ വാങ്ങിച്ചോളി. വിശ്വ, എൻ്റെ അച്ഛനെയും അമ്മേനെയും അടയ്ക്കിയ മണ്ണാ അത്. എനിക്കറിയാലോ, അതിൻ്റെ സ്ഥലമൊന്നുമല്ല. തലമുറയായിട്ട് കൈമാറി വന്നതാ. അയ്യോ, തലമുറയുടെ കാര്യമൊന്നും പറയല്ലേ. പഴയ കഥകളൊക്കെ ഇവിടെ എല്ലാവർക്കും അറിയാം. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ കുറച്ച് കുറയ്ക്കാം. പണ്ട് അച്ഛൻ അങ്ങനെ പറഞ്ഞു, നിങ്ങൾ പറഞ്ഞുകൊണ്ട് മാത്രം. 75 ലക്ഷം പൈസ തന്ന സ്ഥലം ഇങ്ങടെയാണ്. ഞാനൊരു 50 തരാം. എൻ്റെ രാമേട്ട, ബാർഗെയിനിങ്ങിനൊന്നും എനിക്ക് താല്പര്യമില്ല. 75 താഴാൻ പറ്റില്ല, ഫൈനലാണ്. എന്നാ പിന്നെ ഞങ്ങൾ ഇറങ്ങട്ടെ. ശരി, ആയിക്കോട്ടെ. വാ. സേതു എടുപ്പോയതാ? ഓ, കടയിൽ എന്തിനോ പോയത്. ഞങ്ങൾ പോട്ടെ. ശരി. നീ എടുപ്പോയതാ? ചുമ്മാ ഒന്ന് കറങ്ങാൻ പോയാ. രാവിലെ എവിടെ പോയി രണ്ടാളും? ഇവിടെ അടുത്ത് കുളത്തിൻ്റെ അടുത്തൊക്കെ. നിന്റെ നാടല്ലേ? ഇഷ്ടമായോ? പിന്നെ നല്ല രസമുണ്ട്. നഫീസ് എന്നായിരുന്നു, ബാക്കി ഞാൻ നോക്കാം. ആ, ചേച്ചി ഇരിക്കേ. ഭാസ്കർ എവിടെ പോയി? ഭാസ്കർ ഒരു വീഡിയോ കോൺഫറൻസ് ഉണ്ട്. ഇപ്പോൾ കഴിയാറായിട്ടുണ്ടാവും. നമുക്ക് കഴിക്കാം. ആ, ചെറുപ്പത്തിൽ ഞങ്ങള് സ്ഥിര കുളത്തിലായിരുന്നു. മഴയത് ഭയങ്കര രസമാണ്. വിശ്വനും ഭാസ്കരനും അവിടെ ചേർന്നടിയാ.
തുടങ്ങിയോ? ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. ഞങ്ങളിങ്ങനെ പഴയ കാര്യങ്ങളൊക്കെ പറഞ്ഞ് തുടങ്ങി. നിങ്ങൾ രണ്ടാളും മഴയത്ത് അടികൂടുന്നതൊക്കെ അതൊക്കെ ആയിരുന്നു കാലം. പക്ഷേ ഈ മഴ പെയ്യുമ്പോൾ സ്കൂൾ തുടങ്ങും. അത് മാത്രമേ ഉള്ളായിരുന്നു ഒരു കുഴപ്പം. സേതോട്ടം സ്ഥിരം ക്ലാസ് കിട്ടിയായിരുന്നു. അതിൻ്റെ പേരിൽ അച്ഛൻ ദൂരം തല്ലിയിട്ടുണ്ടെന്നറിയാം. അല്ല, ഇത്രയും നല്ല ക്ലൈമറ്റിൽ ക്ലാസ്സിൽ പോയിരിക്കാന്നൊക്കെ പറഞ്ഞാൽ ക്ലാസ് റൂമിലിരുന്ന് മഴ കണ്ടു കഴിഞ്ഞാൽ ഒരു ഡിപ്രഷൻ മൂടാ. അതാ ക്ലാസ്സിന്റെ കുഴപ്പം. ആ, അവന് മനസ്സിലായി. അത് മനസ്സിലായി. സ്കൂളും കോളേജൊക്കെ കട്ട് ചെയ്യുന്നതിൽ സ്പെഷ്യലിസ്റ്റ് അല്ലേ? അല്ല, അച്ഛാ, ഹരിയും അവന്റെ മുത്തശ്ശനും കൂടെ എന്തിനാ വന്നേ? ഒരു സ്ഥലത്തിൻ്റെ കാര്യം സംസാരിക്കാനാ. തെക്കേ കണ്ടില്ല? ആ, അതൊന്നും ഞാൻ കൊടുക്കാൻ പോകുന്നില്ല. വിശ്വട്ടെ, ഞാൻ ചോദിക്കാതിരിക്കായിരുന്നു. നിങ്ങൾ ചോദിച്ച പൈസ ഇത്തിരി കൂടുതലല്ലേ? അതെ, കൂടുതലാണ്. അയാളിപ്പോൾ അങ്ങനെ വാങ്ങണ്ട. അതെന്താ? അതെ, ഇതാണ്. പണ്ട് മുതലേ കുടുംബത്ത് നടക്കുന്ന കാര്യങ്ങളൊന്നും നീ അറിയുന്നില്ലല്ലോ. അയാൾ അച്ഛന് കുറച്ച് കാശ് കൊടുക്കാനുള്ള കാര്യം എനിക്കറിയാം. പക്ഷെ ഇപ്പം നല്ലൊരു എമൗണ്ട് അയാൾ പറഞ്ഞ സ്ഥിതിക്ക് അതൊന്ന് കൺസിഡർ ചെയ്തൂടെ? അയാൾക്ക് ആ പ്രോപ്പർട്ടിയിൽ എന്തെങ്കിലും ഇമോഷണൽ അറ്റാച്ച്മെൻ്റ് ഉണ്ടാവും. പാവം. പാവോ? ഇയാളോ? പണ്ടത്തെ ഇയാളെ അറിയാം നിനക്ക്? കുട്ടികളിരിക്കുന്നതുകൊണ്ട് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. സ്കൂളിൽ പഠിക്കുമ്പോൾ അച്ഛൻ ഇക്കൂട്ടരും ജാതി പറഞ്ഞാൽ വിളിക്കാം. അതൊക്കെ കഴിഞ്ഞു പോയ കാര്യമല്ലേ? ഇപ്പം അവർ നമുക്ക് റെസ്പെക്റ്റ് തരുന്നില്ലേ? ഈ റെസ്പെക്റ്റ് എപ്പോഴാണ് കിട്ടിയത്? അച്ഛൻ കഷ്ടപ്പെട്ട് കുറച്ച് കാശുണ്ടാക്കിയപ്പോഴാണ്. അച്ഛൻ്റെ പേരിലുള്ള ഓരോ തുണ്ട് ഭൂമിയും അച്ഛൻ അധ്വാനിച്ചുണ്ടാക്കിയത് തന്നെയാണ്. അല്ലാതെ അയാൾ പറയും പോലെ തലമുറ കൈമാറുമെന്നൊന്നുമല്ല. ഉള്ളിൻ്റെ ഉള്ളിലോ ഒരു പഴയ പോലെ തന്നെയാണ്. നമുക്കുമില്ല ജാതി സ്പിരിറ്റൊക്കെ. അതിൽ വേറൊരു ജാതിയിലുള്ള ഒരാളെ കൊണ്ട് കെട്ടിക്കോ? നിന്റെ പഴയ ഒരുമാതിരി വർത്തമാനം പറയില്ല ഭാസ്കര. അതിവിടെ പണ്ട് പ്രശ്നങ്ങൾ മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂ. വർത്താനം പറഞ്ഞ നല്ല വിശ്വട്ടാ. നമ്മളെന്തിനാ പഴയ കാര്യങ്ങളൊക്കെ വെറുതെ ഓർത്ത് ഇന്നത്തെ കാലത്ത് ജീവിക്കുന്നു? ഞാൻ പഴയ കാര്യങ്ങൾ ഓർത്ത് ജീവിക്കുന്നതിനാണെങ്കിൽ നീ നിന്റെ മുന്നിലിരുന്ന് ഭക്ഷണം കഴിക്കില്ല. അത് കണ്ടോ? അതാണ് രാമനാഥന്റെ വീട്. റിലേറ്റീവ്സാ? അല്ല, നാഗവല്ലിന്റെ ലവർ. ഓ, അതാരാ? അവരിവിടെ പണ്ട് പെർഫോം ചെയ്യാൻ വന്നിരുന്ന തമിഴ് ഡാൻസറായിരുന്നു. നിങ്ങൾ അപ്പൂപ്പനെ അവർക്ക് താമസിക്കാൻ സ്ഥലം കൊടുത്തു. ഇവിടെയോ? ആ പെട്ടിയുണ്ടോ? അതവരുടെ. എവിടെയുണ്ട് ഇപ്പോ? മരിച്ചു. കൊന്നാന്ന നാട്ടുകാർ പറയുന്നത്. ഭൂതോ? അറിയില്ല. ചിലവര് പറയുന്നു നമ്മളപ്പൂപ്പനാന്ന്. What are you saying? അച്ഛൻ നേരത്തെ പറഞ്ഞില്ലേ കുറെ പഴയ കാര്യങ്ങളെ പറ്റി. ഇതൊക്കെ അത് അച്ഛൻ ഉമ്മച്ചീനെ കല്യാണം കഴിച്ചതിന്റെ പ്രശ്നങ്ങളൊക്കെ അല്ലേ? എനിക്ക് ഈ കുടുംബത്തിന് ഒരുപാട് ഡാർക്ക് സീക്രറ്റ്സ് ഉണ്ട്. ഇതാ സിനിമയല്ലേ? I've seen it. മോഹൻലാലിന്റെ മണിച്ചിത്രത്താഴ്. ഹിന്ദിയിലും കണ്ടിട്ടുണ്ട്. എന്ത് മണ്ടനല്ലേ? മോളെ, ഭാസ്കരൻ ഒരു പാവം കുട്ടിയാ. പക്ഷേ ആ വിശ്വനുണ്ടല്ലോ, ആ സത്താ പറഞ്ഞത് കേട്ടില്ലേ? അത് ചെറിയമ്മേ, അദ്ദേഹത്തെ ഒരു ദേഷ്യത്തിന്റെ പുറത്ത്. എന്ത് ദേഷ്യം? ഓൻ എപ്പോൾ ഇങ്ങനെ തന്നെയാ. കുടുംബത്തിൽ എല്ലാ പ്രശ്നം ഉണ്ടാക്കുകയും ചെയ്യും. അവസാനം എല്ലാം കൂടി പാവം ഭാസ്കറിന്റെ തലയിൽ ഇടുകയും ചെയ്യും. മോളിപ്പോഴും മുസ്ലിം തന്നെയാ? ഞാൻ മതമൊന്നും മാറിയിട്ടില്ല.
പഴയ ആക്കോടായിരുന്നല്ലേ? അതിലുണ്ടായിരുന്നോ അന്നൊക്കെ? ഞാൻ ജനിച്ച കൊല്ലായിരുന്നുണ്ടെങ്കിൽ എൻ്റെ പാരൻസിൻ്റെ മാരേജ്. അത് കഴിഞ്ഞപ്പോൾ തന്നെ അവർ UK പോയി. പിന്നെ 1 വർഷം കഴിഞ്ഞപ്പോഴേക്കും അപ്പൂപ്പൻ മരിച്ചു. അതിനും അച്ഛനെ തന്നെയല്ല എല്ലാവരും ബ്ലെയിം ചെയ്യുന്നത്. പ്രത്യേകിച്ച് എൻ്റെ അച്ഛൻ, പിന്നെ അമ്മൂമ്മ. നിഖിലിൻ്റെ അച്ഛനായിരുന്നു അവരുടെ ഫേവറേറ്റ് എന്ന് കേട്ടിട്ടുണ്ട്. പക്ഷെ ഇത് കഴിഞ്ഞപ്പോൾ അതൊക്കെ മാറി. ഇത്ര ഞാൻ പേര് വിളിക്കുന്നതുകൊണ്ട് കുഴപ്പമുണ്ടെങ്കിൽ ചേച്ചിന്ന് വിളിക്കാം. ഇത്ര നേരം പേരില്ലേ വിളിച്ച്? കുഴപ്പമില്ല. സോ പാവം ഭാസ്കർ, എൻ്റെ ഹസ്ബൻഡ് ഇത്ര തങ്കപ്പെട്ട മനുഷ്യനാണെന്ന് ഞാൻ ഇപ്പോഴാണ് അറിയണേ. ചെറിയമ്മ ഒരു പ്രത്യേക ടൈപ്പാ. എൻ്റെ അമ്മയെ ശരിക്കും അറിയില്ലല്ലോ. ചെറിയമ്മയുടെ തനി പകർപ്പാ. ഇവർ രണ്ടുപേരും കൂടെ കൂടിയാ കാണുന്ന എല്ലാവരും കുറ്റം പറഞ്ഞുകൊണ്ടേയിരിക്കും. ഇപ്പം അപ്പുറത്ത് തന്ന ഏട്ടൻ്റെ ഏട്ടത്തിയുടെ അടുത്ത് എന്നെ പറ്റി പറയുന്ന കേൾക്കാം. അതെ മിസ്റ്റർ പാവം ഭാസ്കർ, 24th റിട്ടേൺ ടിക്കറ്റാണ്. ഓർമ്മയുണ്ടല്ലോ അല്ലേ? ഓർമ്മയുണ്ട്. എന്നാൽ അമ്മ ഇപ്പോഴും അങ്ങനെ ബ്രീത്ത് ചെയ്യുന്നെന്ന് എനിക്ക് മനസ്സിലാവാത്തത്. നോക്കാം. നാളെയെങ്കിലും കഴിഞ്ഞാൽ മതിയായിരുന്നു. ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്ന നമ്മളെല്ലാം ഭയങ്കര മോശപ്പെട്ട ആൾക്കാരാണോ ഭാസ്കർ? നീ ചിലപ്പോൾ ആയിരിക്കും. ഞാൻ ഭയങ്കര പാവമല്ലേ. എനിക്ക് ചെറിയമ്മയുടെ സർട്ടിഫിക്കറ്റ് ഉണ്ട്. അപ്പോൾ ഈ ചെറിയമ്മയുടെ സർട്ടിഫിക്കറ്റ് ലണ്ടനിൽ പോയിട്ട് മോർഗേജ് ലോൺ അടയ്ക്കാൻ ഉപയോഗിക്കണേ. പൾസ് ഭയങ്കര വീക്കാണ്. എന്നോട് സെർവ് ചെയ്യാൻ പറ്റും തോന്നുന്നില്ല. വെന്റിലേറ്റർ ഇല്ലാതെ എങ്ങനെയാണ് ഡോക്ടർ ഇപ്പോഴും? നമ്മുടെ ബോഡി ജീവൻ നിലനിർത്താൻ വേണ്ടി ഫൈറ്റ് ചെയ്യും. പിന്നെ ഫീഡിങ് ട്യൂബ് ഉണ്ടല്ലോ, ന്യൂട്രിയൻസ് എല്ലാം കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇത് നിർത്തണോ? അയ്യോ, അങ്ങനൊന്നും ചെയ്യല്ലേ. അമ്മ സമാധാനമായിട്ട് പോട്ടെ. ഇതെന്താ പഴയ മലയാള സിനിമ പോലെ ഒക്കെ ആയിട്ട്? ഭാസ്കര, നീ ശരിക്കും ഡോക്ടർ ആയോടെ? പെട്ടിയിൽ കൂട്ടുണ്ട്, കാണണോ? പറയട്ടെ. ആതിര, എങ്ങനെയുണ്ട്? കുഴപ്പമില്ല. കുഴപ്പമില്ലെന്നേ ഉള്ളൂ. എന്ത് തന്നെ വല്ല ഇന്ന മീനിങ് ഉണ്ടോ? അങ്ങനെ തോന്നിയോ? ഒന്നും തോന്നാത്തോണ്ട് ചോദിച്ചത്. ഇത്രയായി കണ്ടിട്ട് 2 കൊല്ലമായി കാണൂല്ലേ? ശരിയാ, കുറേ പറ. എന്നിട്ട് എന്തല്ല, ഏതാ ഫ്രീക്ക്? അതൊക്കെ ഞാൻ പറയാം. ഇതാണോ എൻ്റെ NRI ബ്രദർ? കസിൻ. ഓക്കെ. ഇത് തന്നെയാ എൻ്റെ ചൈൽഡ്ഹുഡ് ഫ്രണ്ടാ. ഇത് നിഖിൽ. ഹായ്. മലയാളമൊക്കെ അറിയോ? എന്നെക്കാട്ടും നന്നായിട്ട് അറിയാം. പറ, ഏതാ ചെക്കൻ? അതാണ് DJ RK, അല്ലെങ്കിൽ DJ രാജേഷ് കൊയിലാണ്ടി. കൊയിലാണ്ടിയിലെ ആസ്ഥാന DJ കാരനാ. എന്ത്? എനിക്കറിയാം, ഗീതേച്ചിൻ്റെ മോനെ. എനിക്ക് ഓർമ്മയില്ലല്ലോ. അതോനിപ്പോൾ നല്ല മാറി. വലിയ തമാശക്കാരനാണെന്ന് ഓൻ തന്നെ പറയുന്നത്. ഓൻ്റെ തമാശയൊക്കെ കേട്ട് ആൾക്കാർ ചിരിച്ചിരിച്ച് മണ്ണ് വെപ്പൂത്രേ. എന്നിട്ട് മണ്ണൊക്കെ കൊണ്ടാണ് അപ്പുറത്തെ ബൈപ്പാസിന് വേണ്ടിയിട്ട് പാടം നികത്തുന്നതെന്നൊക്കെയാന്ന് പറയും. നല്ല മനസ്സിലാവുന്നുണ്ടോ? കാര്യമാക്കണ്ട, ഉള്ളപ്പോഴും ഇങ്ങനെയാ. നാളെ കളിയാട്ടത്തിന് മൂപ്പരോക പെർഫോമൻസ് ഉണ്ട്. ആലോചിച്ച് നോക്കിയേ, കളിയാട്ടത്തിനും DJ. കളിയാട്ടം എന്താ? അത് ഇവിടുത്തെ അമ്പലത്തിൽ ഉത്സവം. ഒരാഴ്ചയായി തുടങ്ങിയിട്ടില്ലേ? നാളെ ലാസ്റ്റ് ഡേ ആണ്. നമുക്ക് പോയാലോ? അതെ, നിങ്ങൾ NRI കിഡ്സിന് ഇവിടുത്തെ എക്സോട്ടിക് ഇന്ത്യൻ ഫെസ്റ്റിവൽസ് ഒക്കെ ഇഷ്ടമാണല്ലോ അല്ലേ? ഒന്ന് നിർത്തുവോ തന്നെ? നമുക്ക് പോവാൻ പറ്റുമെന്ന് തോന്നണില്ല.
ഡോക്ടർ പറഞ്ഞു നാളാകുമ്പോഴത്തേക്കും. ആ ഞാൻ ചോദിക്കാൻ വിട്ടു, എങ്ങനെയുണ്ട് അമ്മമ്മക്ക്? അതുപോലെ തന്നെ വീട്ടിലെല്ലാവരും മരിക്കാൻ കാത്തിരിക്കണ മാതിരിയാ 2 ദിവസമായി. ഒരു ദിവസം കൂടി ജീവിച്ചിരുന്നാൽ മതിയായിരുന്നു. DJ രാജേഷിന്റെ പാട്ട് വെക്കണം. അവസാനം എന്നെ ചീത്ത വിളിക്കരുതേ. ഇതാണ് ഇളയവൻ ഭാസ്കരൻ. കുറച്ച് ദിവസം മുന്നേ എത്തിയിട്ടേ ഉള്ളൂ. നിങ്ങൾ അടുത്ത സിറ്റിസനാ? ഞാനെടുത്തിട്ടില്ല, വൈഫിനും കുട്ടികൾക്കൊക്കെ ഉണ്ട്. അത് ശരി. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഒസ്യത്തൊന്നും ഇല്ലാത്ത സ്ഥിതിക്ക് ഭൂമിയും വസ്തുക്കളും ബാങ്ക് അക്കൗണ്ടും 3 മക്കൾക്കും തുല്യമായിട്ട് വീതിക്കേണ്ടി വരും. ഇളയനെ അന്നൊന്നും വേണ്ടെന്നല്ല എന്നോട് പറഞ്ഞേ. ഇതിപ്പോൾ എപ്പോഴാണ് നടന്നത്? അതൊരു 10-24 കൊല്ലം മുമ്പ് ഓൻ ഈ വീട് വിട്ട് പോയപ്പോൾ. 24 കൊല്ലം മുമ്പ്. അപ്പം നിങ്ങളൊരു കാര്യം ചെയ്യേണ്ടി വരും, ഒരു സത്യവാങ്മൂലോടെ എഴുതി ഒപ്പിടേണ്ടി വരും കേട്ടോ. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം. അത് 2ആയിട്ട് ഡിവൈഡ് ചെയ്താൽ മതിയല്ലോ. നിങ്ങളെ ഭാര്യയും കുട്ടികളൊക്കെ എവിടെയാന്ന് പറഞ്ഞേ? ഓൻ കെട്ടിയിട്ടില്ല. അത് ശരി. അപ്പം നിങ്ങൾക്ക് എത്ര വയസ്സായി? കല്യാണ പ്രായം കഴിഞ്ഞു. ഇതിനങ്ങനെ പ്രായമൊന്നുമില്ല. 60 വയസ്സിലെ ആൾക്കാർ കെട്ടണില്ലേ? നിങ്ങൾക്ക് സമ്മതമാണെങ്കിൽ ഞങ്ങൾ ഈ വടയിലെ മനുഷ്യർക്ക് ഒരു പെണ്ണ് നോക്കാം. വേണോ? നിങ്ങൾക്ക് ബ്രോക്കർ പണി ഉണ്ടോ? നമ്മളെല്ലാം പണിയെടുക്കും. അതുകൂടെ നമ്മൾ നാട്ടിൽ ചോദിച്ചാൽ മതി. അതാ ഞാൻ പറയാനുള്ളത് പറഞ്ഞതെന്നുള്ളൂ. നിങ്ങൾ കെട്ടണച്ചാൽ വേഗം കെട്ടിക്കോളേ. അതെ, നിങ്ങൾക്ക് എന്തെങ്കിലും പറ്റിയാൽ കിട്ടാനുള്ള മുഴുവൻ മൂപ്പർ കിട്ടൂലേ? എങ്ങനെ? മലർവാകകൾ പൊഴിയും സ്വപ്നകുടീരത്തിൽ വാനിൽ പാൽക്കടലല പടരും താരകവീഥികളിൽ നിർച്ചരി പോലെ പാടിയുണർന്നു ഗന്ധർവരൂപം ഹർഷാതിരേകം പൊന്മയിൽ പീലിൽ ചായമണിഞ്ഞു ചാലിച്ചതെല്ലാം രൂപങ്ങളായി. മഴവില്ലഴകിൽ സ്വയമലിയുകയായി ഋതുദേവതകൾ വരവന്നിനികൾ പ്രിയഗാനമരാളികകൾ പ്രിയഗാനമരാളികകൾ. എന്നാലും അത് ശരിയല്ലല്ലോ. പ്രോപ്പർട്ടിയിൽ എനിക്ക് അവകാശമുള്ളതല്ലേ? പണ്ട് ഇവിടുന്ന് പോയപ്പോൾ ഇതൊന്നും വേണ്ടെന്ന് ഭാസ്കർ തന്നെയല്ലേ പറഞ്ഞിട്ടുള്ളേ? അത് അന്നത്തെ ദേഷ്യത്തിൽ അങ്ങനെ പറഞ്ഞു എന്ന് കരുതി ഞാനെവിടെ ഒപ്പിട്ടൊന്നും കൊടുത്തിട്ടില്ലല്ലോ. എനിക്കിതിലൊന്നും ഒരു ഇൻട്രസ്റ്റും ഇല്ല. ഭാസ്കർ എന്താ വെച്ചാൽ ചെയ്തോളൂ. നിനക്കത് പറഞ്ഞാൽ മനസ്സിലാവില്ല. ഞാൻ ജനിച്ചു വളർന്നു വന്നല്ലേ, എന്നോടൊന്ന് ചോദിക്കണ്ടേ? അതെ, നമ്മളിവിടെ വന്നിട്ട് 3 ദിവസമായി. ഭാസ്കർ എന്ത് വിചാരിച്ചിട്ട് ഇവിടുത്തെ നാട്ടുകാരെ നോക്കി നടക്കുന്നേ? മോർഗേജ് പേയ്മെന്റ് നടത്തിയില്ലെങ്കിൽ വാടക വീട്ടിലോട്ട് മാറേണ്ടി വരും. മതിയുടെ ബാലു, മണി 7 ബാക്കി നാളെ ആവാം. നീ എവിടെയായിരുന്നു? സേതു നിന്നെ അന്വേഷിക്കുന്നുണ്ടായിരുന്നു. കുറച്ച് വർക്കുണ്ടായിരുന്നു. സേതുവേട്ടനോട് അടുക്കളയില്ല, എന്തോ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കുന്നു. അപ്പോൾ നോക്കാം. എന്താടാ പരിപാടി? നമ്മുടെ പഴയ ചെമ്മീൻ കറി അമ്മയുടെ.
ഓക്കെ. കറക്റ്റാ. ഇനിയൊന്നും ചെയ്യണ്ട, മുടി ഇട്ടേക്ക്. ഒരു 5 മിനിറ്റ് ആകുമ്പോൾ ഓഫ് ചെയ്തേക്ക്. ഈ ഇല ഒന്ന് കട്ട് ചെയ്തേക്കോ. ഞാൻ കുളിച്ചിട്ട് വരാം. ആ വേഗം ആയിക്കോട്ടെ. യേശുവിൻ കുട്ടികൾ ഇപ്പോൾ എത്തും. കത്തിയിലെടുക്കും. എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താ? പ്രോപ്പർട്ടിയെ കുറിച്ചാണ്. അതിൻ്റെ എന്താ? ലീഗലി എനിക്കിപ്പോഴും അതിന്മേലെ അവകാശമുണ്ടല്ലോ. അത് ഫോർഫിറ്റ് ചെയ്യുന്നത് എനിക്കത് ശരിയായിട്ട് തോന്നുന്നില്ല. നീ എന്താ ഉദ്ദേശിക്കുന്നത്? എനിക്കെൻ്റെ ഷെയർ വേണം. ഏതോ നമ്മൾ അനിയൻ പറഞ്ഞേ കേട്ടോടാ. അവൻ ഈ വീട്ടിൽ മുഴുവൻ കുഴപ്പമുണ്ടാക്കി വെച്ചിട്ട് പോയിട്ട് ഇപ്പോൾ നമ്മുടെ സ്വത്തിൻ്റെ ഷെയർ കൂടി വേണമെന്ന്. അത് എൻ്റെയും കൂടെ അല്ലേ? ആയിരുന്നു. നീ ഈ വീട് വിട്ടു പോകുന്ന ദിവസം വരെ. ഞാൻ ആരെയും വിട്ടുപോയതല്ലല്ലോ. നിങ്ങളല്ലേ എന്നെ ഇവിടുന്ന് പുറത്താക്കിയത്. അതെന്തിന്? എനിക്കിഷ്ടപ്പെട്ട ഒരാളെ കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞതിന്. നിനക്കൊരു ചോയ്സ് ഉണ്ടായിരുന്നു. ഒന്നുകിൽ ഞങ്ങൾ, അല്ലെങ്കിൽ ആ മുസ്ലിം പെണ്ണ്. നീ നിൻ്റെ ഭാഗം ക്ലിയറാക്കി. അല്ലെങ്കിൽ നീ പണ്ടുപോലെ സ്വാർത്ഥന. നിനക്ക് നിൻ്റെ കാര്യം, നിൻ്റെ ജീവിതം എല്ലാം നിനക്ക് വേണം. തുടങ്ങിയല്ലോ വലിയേട്ടൻ കളി. നിങ്ങൾക്ക് ഞാൻ വീട്ടിൽ നിന്ന് എങ്ങനെയെങ്കിലും എവിടെയെങ്കിലും പോയാൽ മതിയായിരുന്നു. എപ്പോഴെങ്കിലും എന്നോട് സ്നേഹത്തോട് ഒന്ന് പെരുമാറിയിട്ടുണ്ടോ? സ്നേഹിക്കാൻ പറ്റിയ ഒരുത്തൻ. അച്ഛൻ്റെ ആദ്യത്തെ ഹാർട്ട് അറ്റാക്ക് ഓർമ്മയുണ്ടോടാ? നിന്റെ പഠിത്തം മുടങ്ങരുതെന്ന് വിചാരിച്ചിട്ട് ഞാൻ നിന്നെ അറിയിച്ചിട്ടില്ല. ഒറ്റയ്ക്ക് നിന്നാണ് ഞാൻ ഇവിടുത്തെ കാര്യങ്ങൾ മുഴുവൻ നടത്തിയത്. അന്നേ നീ ഡൽഹിയിൽ നിന്റെ കാമുകിയായിട്ട് അഴിഞ്ഞാടി നടക്കുകയായിരുന്നു. ചെറ്റ വർത്താനം പറയരുത്. ഇവിടെ എന്തിനിപ്പോ പഴംപുരാണമൊക്കെ വിളമ്പുന്നത്? വിളമ്പൂടാ. രണ്ടാമത്തെ അറ്റാക്കിൽ അച്ഛൻ പോയി. നീ കാരണം. നീ ഒറ്റൊരുത്തൻ കാരണം. ഒരുപാട് വർത്താനം പറഞ്ഞോണ്ടല്ലോ. പറഞ്ഞ നീ എന്തോടാ പന്നി? പറയടാ. ഇതെന്താണ് വിശ്വട്ടത്? ഇത് എന്തേ കാണിക്കണം? ഈ സമയത്തേക്ക് നിനക്കൊന്നും മര്യാദിക്കുന്നോടെ? ഞാൻ ആദ്യം അവനോട് പറയടാ. അവനല്ലേ ഈ വീട്ടിലെ ബുദ്ധിയുള്ള കുട്ടി. ഞാൻ താന്നോന്നിയാണല്ലോ മുൻദേശക്കാരൻ. ചേട്ടാ നിർത്ത്. ഭാസ്കർ, എന്താ പ്രശ്നം? നിനക്ക് സ്വത്ത് കിട്ടിയാ പോരെ? എന്റെ നീ എടുത്തോ. പ്രശ്നം തീർന്നില്ലേ? എനിക്ക് ആരുടെ ഔദാര്യമൊന്നും വേണ്ട. ഇവിടുന്ന് എനിക്ക് എന്താണോ ഉള്ളത് അതാണ് ഞാൻ ചോദിച്ചത്. ലീഗലി എനിക്ക് കിട്ടേണ്ടത്. ലീഗലി നിനക്ക് ഇവിടെ കിട്ടും. സ്വത്തും ചോദിച്ചു വന്നിരിക്കുന്നു. ഉളുപ്പില്ലേടാ നിനക്ക്? നിങ്ങളെക്കാളും എനിക്ക് ഉളുപ്പുണ്ട്. അതേടാ, നീ തന്നെ പറയേ. നീ അന്ന് അവൾ ഡൽഹിയിൽ ഇങ്ങനെ കറങ്ങി നടക്കുമ്പോൾ ഇവിടുത്തെ കാര്യങ്ങൾ നോക്കിയത് ആരാടാ? അച്ഛൻ സുഖമില്ലാണ്ട് കിടക്കുമ്പോൾ, അച്ഛൻ പോയപ്പോൾ, പിന്നെ അമ്മ കിടപ്പിലായപ്പോൾ ആരാടാ നോക്കിയത്? നീയോ? അതോ അഞ്ചും കുളിക്കാൻ അറിയാത്ത ഈ പൊട്ടനോ? നീ ഇവിടെ നിന്ന് പോയതിന് ശേഷം മനുഷ്യന് പുറത്തിറങ്ങി നടക്കാൻ പറ്റാതായി. ആനക്കേടുകാരൻ. എന്നോട് പോലും പലരും ചോദിച്ചിട്ടുണ്ട്, എന്നാ നാട് വിട്ട് പോകണം. ഒരു തരി മണ്ണ് കിട്ടില്ലടാ നിനക്ക്. നല്ല രസമുണ്ട്.
എന്താ അതിൻ്റെ അർത്ഥം? രഞ്ജിഷ് എന്ന് വെച്ചാൽ വേദന, പെയിൻ. ഈ പാട്ടിലെ കവി അയാളുടെ എക്സ് ലവറിൻ്റെ അടുത്ത് തിരിച്ചു വരാൻ പറയുക, വീണ്ടും വേദനിപ്പിക്കാൻ വേണ്ടി മാത്രമാണെങ്കിൽ കൂടി. നിഖിലിന് ഇഷ്ടമാവും തോന്നിയിരുന്നു. അതെങ്ങനെ തോന്നി? അത്ര തന്നെ. എൻ്റെ കോളേജിലൊരു പ്രൊഫസർ ഉണ്ടായിരുന്നു, ഒരു ജർമ്മൻ നാഷണൽ. എൻ്റെ ഫൈനൽ ഇയർ പ്രോജക്റ്റൊക്കെ ആളെ ഗൈഡ് ചെയ്തത്. അപ്പം ഞാനിതുപോലെ ഒരു ദിവസം പുള്ളിക്ക് ഈ പാട്ട് കേൾപ്പിച്ച് അർത്ഥം പറഞ്ഞു കൊടുത്തു. അതിനുശേഷം എന്നെ രഞ്ജിഷ് എന്ന് വിളിക്കാം. ഫോണിലൂടെ എൻ്റെ പേര് അങ്ങനെ സേവ് ചെയ്തിരിക്കുന്നു. ഞാനും അങ്ങനെ വിളിക്കാം, രഞ്ജിഷ്. താഴെ പിന്നെയും നല്ല സീനായിരുന്നു അല്ലേ? അച്ഛനിടയ്ക്ക് അങ്ങനെ ഒട്ടും റീസണബിൾ അല്ല. എൻ്റെ അച്ഛനും കാര്യം പുറമെ he comes out as liberal and very open minded, but ഉള്ളിൽ പഴഞ്ചനാന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്. കൺസർവേറ്റീവ് ആൻഡ് നാരോ മൈൻഡ്. ഉള്ളിലുള്ളത് അങ്ങനെ പുറത്ത് കാണില്ല, ഒളിപ്പിക്കാനാളും എടുക്കല. എൻ്റെ അച്ഛൻ നേരെ തിരിച്ചാ. പുറത്ത് ഭയങ്കര റഫാണെങ്കിലും ഉള്ളിൽ ഭയങ്കര പാവമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഉള്ളിലുള്ളതെല്ലാം അങ്ങനെ പുറത്ത് പറയും. പക്ഷെ അമ്മ അങ്ങനല്ല. God, I hate her. Really? Jayashree auntie was she made me really comfortable the other day. ഞങ്ങളുടെ വീട്ടിലോട്ടൊന്ന് വന്നു നോക്കാം, അപ്പം കാണാം ഈ കംഫർട്ടബിളൊക്കെ. ഞങ്ങൾ തമ്മിൽ ഫുൾ ടൈം അടിയാണ്. ആക്ച്വലി ഇവിടെ എല്ലാവർക്കും അറിയാതെ. That is surprising. അങ്ങനെ സർപ്രൈസിങ് ആയിട്ട് ഇനി എന്തൊക്കെ കാണാൻ കിടക്കുന്നു. സേതുങ്ങൾ എന്തേ കല്യാണം കഴിച്ചില്ല? അറിയില്ല, മൂപ്പരൊരു ടൈപ്പല്ലേ, പെണ്ണിട്ടാൻ ബുദ്ധിമുട്ടായി കാണും. ടൈപ്പോ? ശ്രദ്ധിച്ചിട്ടില്ല? ചില കാര്യങ്ങളിലൊക്കെ ഭയങ്കര പെക്യൂലിയറാണ്. പിന്നെ ചെറുതിൽ എന്തോ ലേണിംഗ് ഡിഫിക്കൽട്ടി ഉണ്ടായിരുന്നു എന്ന് അച്ഛൻ പറഞ്ഞിട്ടുണ്ട്. ഡിസ്ലെക്സിയ പോലെ എന്തോ. പിന്നെ എല്ലാവരും മൂപ്പരൊരു മാരല്ലേ ട്രീറ്റ് ചെയ്യുന്നത്, അതൊക്കെ എഫക്റ്റ് ചെയ്ത് കാണും. അതിര സിംഗിളാണോ? കുറേ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ടല്ലോ. No, I'm just really comfortable with you now. ഇപ്പാണ്. എന്ത് പറ്റി? ഇയാൾ എപ്പോഴും ഇത്ര ഷൈ ആണോ? Not really. പിന്നെ അതിര ചിരിച്ചപ്പോ something crossed my mind. എന്ത്? വിരൽ തൊടും നിറം കുളിർ കാറ്റ് പോലെ വരും സ്വരം തരും മോഹം നോവായി നേരായി. താനൂട്ടി താനൂട്ടി ഇതാരോ? എന്താ അവിടെ എന്താ? അവിടെ നിറയും ഉയരായി കിനാവിൻ പിറാവായി വരൂ ചാരേ.
ലീവ് ഒരു 3 ദിവസം കൂടി എക്സ്റ്റെൻഡ് ചെയ്യണം. റിവ്യൂ മീറ്റിങ്ങിന് ഞാൻ ഓൺലൈനായി കയറിക്കോളാം സാർ. ഞാൻ പറഞ്ഞില്ലേ സാർ അമ്മയുടെ കാര്യം. ഓക്കെ ഓക്കെ സാർ, ശരി. എങ്ങനെയുണ്ട് അമ്മ? എങ്ങനെയാണ് ഇപ്പോഴും ജീവനോട് ഇരിക്കുന്നത് എനിക്കറിയില്ല. ഇത്ര ദിവസം റയറാണ്. നമുക്കൊന്ന് ക്ലോസ് ആയിട്ട് മോണിറ്റർ ചെയ്യണം. ക്ലോസ് ആയിട്ട് തന്നെ ഡോക്ടറെ 4 ദിവസമായിട്ട് ഞങ്ങൾ നോക്കുന്നത്. അറിയാം, ഞാൻ അന്ന് പറഞ്ഞില്ലേ ബോഡി ജീവൻ നിലനിർത്താൻ വേണ്ടി ഫൈറ്റ് ചെയ്യും. എത്ര കാലം? അതിപ്പോൾ ഞാനിങ്ങനെ പറയാം. അത് പറയാൻ വേണ്ടിയിട്ടാണല്ലോ വണ്ടി വെച്ച് കാശിൽ നിന്ന് ഡോക്ടറെ ഇങ്ങോട്ട് വിളിക്കുന്നത്. ഞങ്ങൾക്ക് പോയിട്ട് വേറെ പണിയുണ്ട്, അതുകൊണ്ട് ചോദിച്ചെന്നേ ഉള്ളൂ. നിങ്ങളുടെ കാര്യം നിങ്ങൾ എന്താ ചെയ്തോളൂ. ഒരാളെപ്പം മരിക്കുന്നു ഒരാളെ കഴിവൊന്നും എനിക്കില്ല. ഞങ്ങളെല്ലാം പഠിച്ചത് ജീവൻ രക്ഷിക്കാനാണ്, തിരിച്ചല്ല. കാണുമ്പോൾ ഒത്തിരി വലിയ കുടുംബമാണല്ലോ, നോക്കിക്കൂടെ സ്വന്തം അമ്മേനെ? അതെ, കുട്ടികൾ കളിയാട്ടം കാണാൻ പോകണമെന്ന് കുറേ പറയണു. ഏതോ ചെറുമേനമ്മയുടെ അടുത്താക്കിയിട്ട് പോവാം. ഇവിടെ ഇപ്പം ഇങ്ങനെ ഇരിക്കണേക്കാൾ നല്ലത് പോയിട്ട് രാത്രി തിരിച്ചു. നീ റെഡി ആയില്ലടാ? ഇത് വിചാരിച്ച കാലത്ര എളുപ്പമല്ല. ഇത്ര വലിയ കാര്യമൊന്നുമല്ലത്. ഇവിടെ ഇങ്ങനെ ടൈറ്റ് ചെയ്തിട്ട് ഇവിടെ അങ്ങോട്ട് കയറ്റില്ല. ഓക്കെ അല്ലേ? ആ ലീവ് നീട്ടി കിട്ടുമെന്ന് തോന്നുന്നില്ല. അതെങ്ങനെ ശരിയാവും ചേട്ടാ? അമ്മ ഇങ്ങനെ കിടക്കുമ്പോൾ പിന്നെ ഇവിടെ ഒറ്റയ്ക്കാക്കി പോകാൻ പറ്റുമോ? ഞാനും അത് തന്നെ ആലോചിക്കുന്നു. നമുക്ക് നോക്കാം. പക്ഷേ കിടക്കണത് എൻ്റെ അമ്മയാണ്. എന്തെങ്കിലുമായ ഞാൻ അറിയിക്കാം. നമുക്ക് പോവാം. ആ ഇറങ്ങിയാലോ? ഏതോ ഞാൻ ഇന്നലെ വീട്ടിൽ വന്നപ്പോ കണ്ടില്ലല്ലോ. ഞാൻ കടലാലോ? ആ അത് ശരി. പിന്നെ അന്യമതക്കാരകത്തേക്ക് കയറ്റരുതെന്നാ എനിക്ക് കുഴപ്പമുണ്ടായിട്ട് പറയല്ല കേട്ടോ. ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ അതൊരു പ്രശ്നമാവൂലേ? കളിയാട്ടത്തിന് ഇത്രയും ആൾക്കാർ കയറണതോ? പിന്നല്ലാണ്ട്
നിങ്ങൾ കയറിക്കുന്നു ഭക്ഷണം എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ വേണ്ട. ഒരു കുഴപ്പമില്ല, അതോട്ടോ തീവ്രം കയറായിരുന്നു. എന്താ ലേറ്റ്? വീട്ടിൽ റെഡി ആറുന്നുണ്ട്. ഇത് രാജേഷ്. രാജേഷിന് അതുവിനെ അറിയില്ലേ? പിന്നെ അതൊന്നും അറിയാലോ. ഇതോളെ കസിനാണ് നിഖിൽ. ഹായ് ബ്രോ. ഹായ്. വീട്ടിലിരുന്ന് വന്നിട്ടുണ്ടെന്ന് മീറ്റ് ചെയ്യണമെന്ന് വിചാരിച്ചു, പക്ഷെ പറ്റിയില്ല. ബൈ ദ ബൈ, ഐ എം എ DJ. പറഞ്ഞിരുന്നു നൈറ്റ് എൻ്റെ പ്രോഗ്രാം ഉണ്ട്, ഒരു ഫ്യൂഷൻ സാധനം പിടിക്കാന്ന് വിചാരിച്ചു. ക്ലാസിക്കൽ ഡിവിഷൻ കണ്ടംപററിയാ. നിങ്ങളൊക്കെ ഉണ്ടാവണം. ഞങ്ങൾ എന്തെങ്കിലും ഉണ്ടാവും അല്ലേ? ഐ അപ്രിഷിയേറ്റ് മാൻ. ഗോഡ് സേവ് ദ ക്യൂൻ. മറന്നുപോയി കിങ്. അപ്പൊ ഞാൻ എന്നാ ചെല്ലട്ടെ, സൗണ്ടൊക്കെ ടെസ്റ്റ് ചെയ്യാൻ ടൈമായി. അപ്പൊ ശരി, സിരാൻ ബൈഡാ. ശരിട്ടോ ബ്രോ. ഓക്കെ. ഞാൻ പറഞ്ഞില്ലേ ഗീതേച്ചിന്റെ മോനാ. അത് പറഞ്ഞു. നിങ്ങളെങ്ങനെ ഒരുമിച്ച്? ഇന്നാരോ പറഞ്ഞ ഞങ്ങൾ ഒരുമിച്ച് വന്നു. എന്താ വയ്യേ? എന്നാ തിരിച്ച് ലണ്ടനിലേക്ക് ഒരു ടിക്കറ്റ് ബുക്ക് ചെയ്ത് തന്നാലോ? എന്താന്ന് തന്നെ. ഞാൻ തമാശക്ക് പറയുന്നല്ലേ. നമുക്കൊരു കാര്യം ചെയ്യാം, കടവത്തേക്ക് പോവാം. ഇവനും ഇഷ്ടം. വെടിക്കെട്ട് കുറച്ച് കഴിഞ്ഞാൽ തുടങ്ങും. ഇത് ഞങ്ങളുടെ ചെറിയൊരു ഹാങ് ഔട്ട് സ്പേസ് ആയിരുന്നു. ഇവിടുത്തെ വ്യൂ അടിപൊളിയാ ഈ സമയത്ത്. ഞാനേ പോരെ. ഹലോ, ഞാൻ അതിലൂടെ All okay. All good. ഞാൻ മൂത്തായോണ്ട് ചോദിക്കുക, ഇന്നലെ ഭയങ്കര ഓക്വേർഡായോ? സത്യം പറഞ്ഞാൽ ഇല്ല. ഞാൻ ഇത്രയും കംഫർട്ടബിളായി അങ്ങനെ ആരുടെയും കൂടെ ഇരിക്കാറില്ല. ഇറ്റ്സ് റെയർ ഫോർ മീ. I kind of feel like there's this special connection. Adrit. എടാ, ഞാൻ നോടി വീട്ടിൽ പോയിട്ട് വരാം. അമ്മക്ക് ചാവി കൊടുക്കണം. ഇപ്പോഴോ? കഴിഞ്ഞിട്ട് പോവാം. അല്ലടാ, ഞങ്ങള് എന്തായാലും പോണം. നിങ്ങൾ സംസാരിച്ചിരിക്കട്ടാ, ഞാൻ വേഗം വരാം. ഓക്കെ, സോറി, ഞാൻ വരാം കേട്ടാ. ఒరజూపు జూచెది న్యాయమా, ఒరజూపు జూచెది న్యాయమా, ఒరజూపు జూచెది న్యాయమా, ఓరగూతవా ఓరగూతవా నీ వంటి వానికి, ఒరజూపు జూచెది న్యాయమా.
ഒരുപാട് ഫുഡ് കൊടുക്കുന്നുണ്ടാണോ? ട്യൂബ് എടുത്ത് മാറ്റാനൊന്നും പറയല്ലോ വിശ്വട്ടാ. അമ്മേനെ പട്ടി കിടന്ന് മരിക്കാൻ ഞാൻ സമ്മതിക്കില്ല. ട്യൂബ് മാറ്റാനൊന്നും ഞാൻ പറഞ്ഞില്ലല്ലോ. എൻ്റെ അമ്മയല്ലടാ. അതിന് നീ എവിടെയായിരുന്നു? വെടിക്കെട്ട് കഴിഞ്ഞപ്പോൾ ധന്യൻ്റെ വീട്ടിൽ പോയി. നിന്റെ കയ്യിൽ വാച്ചൊന്നുമില്ലേ? അവിടുത്തെ പോലെ അർദ്ധരാത്രി വരെ കണ്ട ഫ്രണ്ട്സിന്റെ കൂടെ കറങ്ങി നടന്നിട്ട് ഈ വീട്ടിലേക്ക് വരാൻ പറ്റില്ല. ഓ ശരി. അതെവിടെ വെക്കണ്ടേ? ഓക്കെ സേതു നിങ്ങളുടെ കബേർഡ് തപ്പിയപ്പോൾ കിട്ടിയ റോ അതോട്ടോ. സാധനമാണല്ലേ. ഞാൻ പറഞ്ഞില്ലേ, സേതു നിങ്ങളാൾ കാണുന്ന പോലെയൊന്നുമല്ല. കളിയാട്ടം എങ്ങനെ ഉണ്ടായിരുന്നു? രസമായിരുന്നു. കളിയാട്ടവും അത് കഴിഞ്ഞും എല്ലാം. അത് കഴിഞ്ഞ് എന്ത്? എന്തെങ്കിലും ബ്രൗസ് ചെയ്തോ? ഞാൻ പാലെടുക്കാം. സ്പ്രേ അടിച്ചിട്ട് കാര്യമൊന്നുമില്ല. എനിക്ക് നല്ല മണം കിട്ടുന്നുണ്ട്. ചെറിയ അത് ഞങ്ങൾ ജസ്റ്റ് ട്രൈ ചെയ്യാൻ വേണ്ടി. അതോടെ അത് ഞാൻ പുറത്തേക്ക് എറിഞ്ഞു. മുഴുവനോ? ഇല്ല, ജോയിന്റ് മാത്രം. ബാക്കി ഇവിടെ ഉണ്ട്. എൻ്റെ കൂടെ കൂടുന്നോ?
കൊണ്ട് പറ്റില്ലെന്ന് എനിക്കറിയായിരുന്നു. ഞാനും നോക്കിയതാ. നിങ്ങൾ വലിക്കുന്നോ? ഇതൊക്കെ വലിക്കാനുള്ള പ്രായമാണോ നിങ്ങൾക്ക്? ഒരിടയ്ക്ക് നിന്റെ അച്ഛൻ മണ്ടനാ. അത് ശരിയാ. നിന്റെ അറിയാം. അതിൽ 2 കൂടി 24 മണിക്കൂർ എന്നെ പൊട്ടാന്ന് തുടങ്ങി. സേതു നിങ്ങൾ എന്തേ കല്യാണം കഴിക്കാത്ത? ആർക്കറിയാം. ഒരു തവണ എല്ലാം ശരിയായതാ. അറേഞ്ചറായിരുന്നു. ഓളെനിക്ക് രഹസ്യമായിട്ട് ഇഷ്ടമായിരുന്നു. പക്ഷെ നടന്നില്ല. അതെന്ത്? അപ്പോഴല്ലേ നിന്റെ അച്ഛൻ ഒളിച്ചോടി പോയത്. എന്തൊക്കെ പുകലായിരുന്നു നാട്ടിലും വീട്ടിലും. എനിക്ക് മനസ്സിലാകത്ത് ഇവർക്കെന്ത് എത്ര ദേഷ്യം ഒരു ഹിന്ദു മുസ്ലിം കല്യാണത്തോട്. ഈ നാട്ടിൽ ഇങ്ങനത്തെ ഒരു കല്യാണം ഇപ്പോഴും നടക്കില്ല. അതുകൊണ്ടാണോ നടക്കാഞ്ഞ്? അതൊരു കാരണം. വേറെയും കാരണമുണ്ടോ? ഞാൻ ഇന്നലെ രാത്രിത്തേനെ കുറിച്ച് കുറേ ആലോചിച്ചു. പറഞ്ഞത് കുറച്ച് കൂടിപ്പോയി. നീ ക്ഷമിക്ക്. ഞാനും കുറച്ച് ഓവറായിരുന്നല്ലോ. സോറി. സത്യത്തിൽ ആ പ്രോപ്പർട്ടിയുടെ കാര്യം ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചതല്ല. ഏട്ടൻ ആ സമയത്ത് അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ ഒരാവേശത്തിന് കുറച്ച് ഞാൻ പറഞ്ഞു പോയതാ. ഞാൻ ചിലപ്പോഴൊക്കെ ആലോചിക്കും, കാര്യങ്ങളൊക്കെ വേറെ മാതിരി ആയിരുന്നെങ്കിലും. ഇനി ആവാലോ. പക്ഷെ ഉള്ളിലുള്ളതൊക്കെ അങ്ങനെ തന്നെ കിടക്കുന്ന. റിട്ടേൺ ടിക്കറ്റ് എന്നത്തേക്കാ? 24 ക്യാൻസൽ ചെയ്യാം. കുറച്ച് ദിവസം കൂടി നിന്നിട്ട് പോവാം. നിങ്ങൾ രണ്ടാളും വളരെ ക്ലോസ് ആയല്ലേ? എങ്ങോട്ടാ പോയത് വൈകുന്നേരം? കടവത്ത് പോയതാ വെടിക്കെട്ട് കാണാൻ. നല്ല രസമായിരുന്നു. ശരിയാ, ഭയങ്കര ഭംഗിയുള്ള സ്ഥലമാണ്. നിന്റെ ഒരു തെലുങ്ക് ചേക്കനുണ്ടായിരുന്നില്ലേ, അവനവിടെ? മനു. മനു അതങ്ങനെ പതുക്കെ പോയി. കുറച്ചായി ഇപ്പോ. എന്തുപറ്റി? എന്തൊക്കെയോ കോംപ്ലിക്കേറ്റഡ് ആണ്. ബന്ധങ്ങൾ അല്ലെങ്കിൽ എപ്പോഴും കോംപ്ലിക്കേറ്റഡാ. അടുക്കേണ്ടവരായിട്ട് അകലും, അകലേണ്ടവരായിട്ട് അടുക്കും. എഫെമറൽ എന്നൊരു വാക്കുണ്ട് ഇംഗ്ലീഷിൽ. റിലേഷൻഷിപ്സ് ആർ എഫെമറൽ. പെട്ടെന്നില്ലാണ്ടാവും. ബന്ധങ്ങളിലൊക്കെ ഒരു അതിർവരമ്പുകളുള്ളത് നല്ലതാണ്. ബൗണ്ടറീസ്. കുറച്ച് ആളുകൾ നിൽക്കും. തിരക്കില്ല? എന്തുപറ്റി? ഞാനൊരു കാര്യം ആലോചിക്കായിരുന്നു. എന്താലോചിക്കായിരുന്നു ഭാസ്കർ? കുറച്ച് ദിവസം കൂടെ ഇവിടെ നിന്നാലോ? എന്നിട്ടെന്തിനാ?
പറമ്പിൽ കൃഷി ഇറക്കാനാ? ബി സീരിയസ് ഭാസ്കർ. ഇവരുടെയൊക്കെ ഒപ്പം കുറച്ചുകൂടെ ടൈം സ്പെൻഡ് ചെയ്താലോ എന്നൊരു തോന്നൽ. അപ്പോൾ അവിടുത്തെ നമ്മുടെ ലൈഫോ? 26 മോഡ്യൂൾ ലോഞ്ചാ. അത് പോസ്റ്റ്പോൺ ചെയ്യാൻ പറ്റില്ല. ഒരു കാര്യം ചെയ്യും, പറഞ്ഞ പോലെ നീ മോളും 24th തന്നെ പൊക്കോ. ഞാനെന്തെങ്കിലും പിന്നെ വരാം. പിന്നെ വരാന്ന് വെച്ചാ ഒരു 2-3 ആഴ്ച കഴിഞ്ഞിട്ട്. 3 weeks. യു കിഡിങ്? അതുവരെ നീ മാനേജ് ചെയ്യില്ലേ? അപ്പോൾ ഭാസ്കറിന് സാലറി ഹൈക്കും പ്രൊമോഷനൊന്നും വേണ്ടേ? അവിടെ നിന്ന് ഇന്നലെ മെസ്സേജ് ഉണ്ടായിരുന്നു. അവർ ഓൾറെഡി ഡിസിഷൻ എടുത്തു എന്നാണ് പറഞ്ഞത്. ഈ ഒരു അവസ്ഥയിൽ കുറച്ച് ദിവസം ഞാൻ മാറി നിൽക്കുന്നതല്ലേ നല്ലത്. എനിക്കറിയില്ല ഭാസ്കർ. പണ്ട് ഇവിടെ ആയിട്ടൊരു വലിയ റെയിൽവേ ഗേറ്റായിരുന്നു. പ്ലാറ്റ്ഫോമൊന്നും ഇത്രയൊന്നും ഇല്ലായിരുന്നു. ഇപ്പം കണ്ടില്ലേ ഫ്ലൈ ഓവറൊക്കെ ആയിട്ട്. ഇല്ലേത്താ രാജി പറഞ്ഞീന് നിങ്ങൾ വന്നിക്കീന്ന്. ആ എന്തല്ല? ആ അങ്ങനെ പോണു. ആടെ എന്തല്ല? ആ സുഖാനെ. രമേഷ് മോളൊക്കെ എന്ത് പറയുന്നു? ഓലക്കാടെ സുഖമായിട്ടിരിക്കുന്നു. അതിനുശേഷം 2 ആളും കൂടി ഉണ്ടായി, ഒരു മോളും ഒരു മോനും. ഓ ഇത് മോനാ? അതെ. ഇനി ഒരു ചെറുതൂടെ ഉണ്ട് മോളെ വീട്ടില്. ഹലോ, ശരി എന്നാ ഞാൻ പോട്ടെ. അച്ഛാ ഷാവു ആരാ അത്? ഇല്ലതാ പേര് ഞാൻ കേട്ടു. പൂശിതോ? നീ ഒന്ന് ഡെസ്ക് പഠിച്ച് വീട്ടിലിരുന്നപ്പോൾ ഞാൻ എൻ്റെ ഫസ്റ്റ് ക്രഷിനെ കുറിച്ച് പറഞ്ഞ ഓർമ്മയുണ്ടോ? ആ ഒരാൾ. ഓ അച്ഛാ. സോ വാട്ട്? ഓർമ്മകൾ അയവിറക്കുകയാണ്. നീ നല്ല നല്ല വാക്കുകൾ ഉപയോഗിക്കുന്നുണ്ടല്ലോ. പക്ഷെ ഞാൻ പറഞ്ഞില്ലേ, ഇതിലൊന്നും ഒരു കാര്യമില്ല. അന്നതൊരു വലിയ ജീവിത പ്രശ്നമായിരുന്നു. ഓളെ കല്യാണം കഴിച്ച് പോയപ്പോൾ ഞാൻ കുറേ ഇരുന്ന് കാര്യം. പക്ഷെ ഇപ്പോൾ കണ്ടില്ലേ, അത് ഓർച്ചിട്ടിരിക്കുന്നു. ഇത്രയേ ഉള്ളൂടാ. അല്ലാത്ത പക്ഷെ അച്ഛൻ്റെ ഒരു ഫസ്റ്റ് ക്രഷ് ആയിരുന്നില്ലേ? ഇഫ് യു ടു വർ ഇൻ ലവ്. ഇപ്പൊ കാണുമ്പോൾ ഫീൽ ചെയ്യില്ലേ? കൽപ്പാജി കേളപ്പജി കേളപ്പജി. എടാ ബ്രാഹ്മിൻസിന്റെ മഞ്ഞപ്പൊടി ഉണ്ടടാ. ഇവിടെ എല്ലാവർക്കും ഉള്ളതുള്ളൂടാ. ആ അതായാലും മതി. എത്ര വേടാ? 28. ശരി. ആ അച്ഛനും മോനും എവിടെയാ കേട്ടാ? ഇവനെ ഈ നാടൊക്കെ ഒന്ന് കാണിക്കായിരുന്നു. പിന്നെ ഷോപ്പും കണ്ടിട്ടില്ലല്ലോ. ഇനിയിവിടെ 1-2 തവണ വന്നിട്ടുള്ളൂ. ആ അതപ്പോ ആതിരയുടെ കൂടെ. ഓ മോനെ ഭാസ്കര, നീ അറിയോ മോനെ? വളപ്പില്ലേ ദേവി ചേച്ചി. മനസ്സിലായില്ലേ? എന്തല്ല? ആ കുഴപ്പമൊന്നുമില്ല. ലക്ഷ്മി ചേച്ചിയൊക്കെ വരാറുണ്ടോ? എല്ലാവരും വരാം. ആ കുഞ്ഞുങ്ങളൊക്കെ എന്ത് ചെയ്യുന്നു? കുഞ്ഞുങ്ങളൊക്കെ അത്യാവശ്യം ചെറിയ കുഴപ്പമില്ല. മോനങ്ങനെ മോളെ നീ അപ്ലൈ ചെയ്തോ? എന്തിന്? PSCക്ക്. ഇൻട്രസ്റ്റ് ഇല്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ. അതല്ലേ മോളെ ഞാൻ പറയണത്, നീ ഒന്ന് അപ്ലൈ ചെയ്യേ. എക്സാം എഴുതുക. നിന്നെ ആരും നിർബന്ധിച്ച് ജോലിക്കൊന്നും പറഞ്ഞു വിടാൻ പോകുന്നില്ലല്ലോ. നമുക്കതൊരു ഓപ്ഷനായിട്ട് വെക്കാലോ. പിന്നെ വെറുതെ വീട്ടിലിരിക്കണ്ടല്ലോ മോളെ. എനിക്ക് ഒട്ടും ഇൻട്രസ്റ്റ് ഇല്ലാത്തൊരു കാര്യത്തിൽ ഞാൻ എങ്ങനെയാണ് അപ്ലൈ ചെയ്യാം? എനിക്ക് പിന്നെ എന്തിനാ ഇൻട്രസ്റ്റ്? എനിക്ക് കുറച്ച് സമയവും സ്വീകരിക്കും എന്താ, എന്നിട്ട് ഞാൻ പറയാം. ഞാൻ സോഷ്യൽ വർക്കിൽ മാസ്റ്റേഴ്സ് ചെയ്യുന്നത് ഗവൺമെൻറ് ഓഫീസിൽ പണിയെടുക്കാനില്ല. ഈ അരഗൻസ് ആണ് നിൻ്റെ പ്രശ്നം. നിനക്കിപ്പോൾ കിട്ടിയുള്ള ഈ പ്രിവിലേജ് ഉണ്ടല്ലോ, അത് ഞങ്ങൾ ഉണ്ടാക്കി തന്നാണ്. ഫിനാൻഷ്യൽ സ്ട്രെസ് എന്താണെന്ന് ജീവിതത്തിൽ അറിഞ്ഞിട്ടുണ്ടോ?
മനുഷ്യർ രണ്ടറ്റം കൂട്ടിമുട്ടിക്കുന്നത് എങ്ങനെയാണെന്ന് എനിക്ക് അറിയില്ല. ഞാനിപ്പോൾ എന്ത് ചെയ്യണം? കുറച്ചാൾ കയ്യിൽ പൈസ ഇല്ലാന്ന് ആക്ട് ചെയ്യണോ? അല്ല, ഈ പറഞ്ഞ അമ്മ കണ്ടിട്ടുണ്ടോ പട്ടിണി പരിവട്ടമൊക്കെ? എൻ്റെ റിസർച്ചിൽ ഞാൻ ഇതിനെക്കുറിച്ചൊക്കെ തന്നെയാണ് പഠിക്കുന്നതും കാണുന്നതും. അമ്മയ്ക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റുന്നതിനേക്കാൾ കൂടുതൽ. കണ്ടോ അവളുടെ അരഗൻസ് കണ്ടോ? എപ്പോഴെങ്കിലും അമ്മ പറയണതൊന്ന് ചിന്തിച്ചാലോചിച്ച് ഞാനൊരു കാര്യം ചെയ്യും എന്ന് നീ വിചാരിച്ചിട്ടുണ്ടോ? അതിന് ചിന്തിക്കാനുള്ള സ്പേസ് എനിക്ക് വീട്ടിൽ തരുന്നില്ലല്ലോ. അമ്മയ്ക്ക് നന്നായിട്ട് അറിയാം എനിക്ക് ജോലിക്ക് ഇൻട്രസ്റ്റ് ഇല്ലെന്ന്. പിന്നെ എന്തിനാണ് നിർബന്ധിക്കുന്നത്? പിന്നെ എന്ത് ചെയ്യാനാണ് നിന്റെ ഭാവം? എല്ലാ കാലത്തും അച്ഛൻ്റെ അമ്മേനെ തണല് ജീവിക്കാന്നാണോ? നിന്റെ അച്ഛനെ 2 വർഷം കഴിഞ്ഞ് റിട്ടയർ ചെയ്യും, അറിയാം നിനക്ക്? എൻ്റെ അമ്മേ, ഞാൻ ആരുടെ തണലിലൊന്നും ജീവിക്കാൻ പോകുന്നില്ല. എനിക്ക് എന്താ വേണ്ടത് എനിക്ക് നന്നായിട്ട് അറിയാം. അമ്മ അത് ഈ വീട്ടിലെ പ്രശ്നമൊക്കെ തീർക്കാൻ നോക്ക്. ചെയ്തിട്ട കാര്യം തരാവോ? തുറന്നിരിക്കുവല്ലേ? May I come in? നോ. ഇത് ഇൻവിറ്റേഷനൊക്കെ അയക്കണോ? കേറി വാ. എന്തിനത്ര ഫോമലാവുന്നേ? Are you alright? ഞാൻ ഭാസ്കരനോട് കുറച്ച് ദിവസം ഇവിടെ നിൽക്കാൻ പറഞ്ഞിട്ടുണ്ട്. എന്താ പെട്ടെന്നൊരു മനംമാറ്റം? എത്ര കാലമായി ഈ വഴക്കും വിദ്വേഷമൊക്കെ? മതി. പ്രോപ്പർട്ടിയോ? പ്രോപ്പർട്ടീൻ്റെ എന്താ? അല്ല, ഷെയർ അവന് കൊടുക്കുമോ? അതൊന്നും ഞാൻ ആലോചിച്ചിട്ടില്ല. നിനക്കെന്തോന്നു? ഓ, നിങ്ങളെ വീട്ടുകാരിയല്ലേ, ഞാനെന്ത് പറയാനാ? പിന്നെ ഇവിടെ നിൽക്കാൻ പറയുന്നത് പോലെയല്ല പ്രോപ്പർട്ടി കൊടുക്കണത്. ഒന്നും വേണ്ടാന്ന് പറഞ്ഞിട്ട് പോയ ആളല്ലേ. 2 വട്ടം ആലോചിച്ചിട്ട് ചെയ്താൽ മതി. അവളെല്ലാം കഴിച്ചോ? ആ, എനിക്കറിയാം. നീ എന്തിനാ എപ്പോഴും അവളുമായിട്ട് വഴക്കുണ്ടാക്കുന്നത്? ഞാനാണോ അവളെ വീട്ട് വഴക്കുണ്ടാക്കുന്നത്? ഞാനല്ല, അമ്മയാണ് എപ്പോഴും എൻ്റെ അടുത്ത് വഴക്കുണ്ടാക്കുന്നത്. എന്താ അത്? അമ്മയല്ലേ? അതെ, അതിടയ്ക്കൊക്കെ അവർ ഓർക്കണം. ഇത്ര ഈഗോയിസ്റ്റിക് ആയിട്ടുള്ള ഒരാളെ ഞാൻ എൻ്റെ ലൈഫിൽ കണ്ടിട്ടില്ല. അമ്മയ്ക്ക് എപ്പോഴും അമ്മ പറയുന്നത് ശരി, ബാക്കി ആരെന്ത് പറഞ്ഞാലും തെറ്റ്. ഇതെല്ലാം പറഞ്ഞിട്ട് അവൾ എന്നെ ഈഗോയിസ്റ്റിക് എന്ന് വിളിക്കും. അവൾക്കാണ് ശരിക്കും ഈഗോ ഉള്ളത്. വിടിജേ, കുറച്ച് ദിവസമായിട്ട് പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തപ്പോൾ ഞാൻ കരുതി സമാധാനമായി. ഞാനും അങ്ങനെയാ വിചാരിച്ചത്. എൻ്റെ വിശ്വേട്ടാ, ഇന്ന് കാണണമായിരുന്നു അവളുടെ ഒരു അഹങ്കാരം. അവൾ എന്തോ ആണെന്നുള്ളൊരു ഭാവമാണ് അവൾക്ക്. ദേഷ്യം വരുമ്പോൾ കാണാൻ ഭയങ്കര ക്യൂട്ടാണ്. അങ്ങനെ സ്വീറ്റ് ടോക്ക് നടത്തി എന്നെ ഹാപ്പി ആക്കാനൊന്നും നോക്കണ്ട. സ്വീറ്റ് ആക്കല്ല, സീരിയസ്. ക്യൂട്ടല്ല, ബ്യൂട്ടിഫുൾ. കാണാൻ എന്ത് ഭംഗിയാണോ. ഒരു പ്രാവശ്യം ഉള്ളിടത്ത് സോറി പറഞ്ഞു എന്ന് വിചാരിച്ചിട്ട് പ്രശ്നമൊന്നുമില്ല. നമ്മുടെ മോളല്ലേ. ഞാനിതിന് സോറി പറയണം?
അങ്ങനെയൊക്കെ പറഞ്ഞതിന് അവളല്ലേ എന്നോട് സോറി പറയേണ്ടത്. എൻ്റെ ശരിയാവില്ല ഈ രണ്ടെണ്ണത്തെയും കൊണ്ട്. ശരി, ഞാൻ അവളോട് സംസാരിച്ച് താഴോട്ട് കൊണ്ടുവരാം. ദയവേ ഇത് പുതിയ വിഷയം ഉണ്ടാക്കല്ലേ. അത് അവളോട് പറ. ഞാൻ പറയാം, നീ ഒന്ന് കാമാട്ടിരിക്കേ. അവളെ നിന്റെ മോന്റെ അടുത്ത് എന്ന് ചോദിക്കും. അവൻ എന്റെ മോളുടെ മുറിയിൽ എന്ത് വൃത്തിയാ കാണിച്ചത്? സ്ഥലം പറയണം, മര്യാദയ്ക്ക് പറയണം. നിന്റെ കുളം കാണിക്കാതിരിക്കോടാ പന്നി. ഓനിവിടെ ഇറങ്ങിയപ്പോ തൊട്ട് ഓളല്ലേ അവന്റെ പുറകെ നടന്നത്. ഈ നാളെ ഇങ്ങോട്ട് വിളിക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു? എല്ലാത്തിനും കാരണം നീ ഒരുത്തനാടാ പൊട്ട. എന്നെ അങ്ങനെ വിളിക്കരുതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. നീയൊക്കെ വിചാരിക്കുന്ന പോലെ അമ്മ ഇവനോട് ക്ഷമിച്ചൊന്നും ഞാൻ വിശ്വസിക്കില്ല. നിന്നെക്കാളൊക്കെ നന്നായിട്ട് അമ്മ എനിക്കറിയാം. അമ്മയ്ക്ക് ഇവനോട് വെറുപ്പാ. പറസേതോട്ടാ, അമ്മ എന്നെ കുറിച്ച് എന്താ പറഞ്ഞ? വാതറന്നുണ്ടെങ്കിൽ പറ പോട്ടാ. എന്നെ വിളിക്കരുതവന്. ഉളുപ്പുണ്ടോടാണ്ടതിനും സ്നേഹമില്ലാത്ത ജന്തുക്കള്. ഇനി എന്നെ മാനം വിളിച്ച മതി. ഇതെന്റെ പ്ലാനാ. എല്ലാത്തിനും ഒരുമിച്ച് സ്നേഹത്തോടെ കാണുന്ന എനിക്ക് തോന്നിപ്പോയി. നിന്നെ കുറിച്ചൊരു മുഴുവൻ പറഞ്ഞോടാ അമ്മ. കേട്ടോടാ വിശ്വ, ഇനി ഞാൻ എന്താ ചെയ്യാന്ന് എനിക്കറിയില്ല. മനസ്സിലായല്ലോ? ഇത്രയും കാലം ഞാനല്ല അമ്മേനെ നോക്കിയത്. എനിക്കറിയാം എങ്ങനെ നോക്കണം എന്നുള്ളത്. ഞാൻ നോക്കിക്കോളാം. എവിടെന്നാ വന്നതെന്ന് വെച്ചാൽ അങ്ങോട്ട് നോക്കണം എല്ലാവരും. രണ്ടും കൂടി ഭയങ്കര ലഹലയായിരുന്നു. ഞാൻ പേടിച്ചരണ്ട്. ഞാൻ എന്താ നടക്കാന്ന് എനിക്ക് തന്നെ മനസ്സിലാവുന്നില്ല. എന്തൊരു ലഹലയായിരുന്നു. ഞാൻ പിന്നെ വിളിക്കാം ബിന്ദു. എന്ത് പറ്റി മോനെ? രാവിലെ പെട്ടി കിടക്കുന്നത് സ്ഥലം വിട്ടോണം. ഓ
കൺസെൻറ്റ്. ഇതെന്തിനത്? എൻ്റെ ആവശ്യമുണ്ടോ? അറിയാം. എനിക്കിതൊന്നും വേണ്ട സേതു കേട്ടോ. ഞാനത് പണ്ടേ പറഞ്ഞിട്ടുള്ളതല്ലേ. ഇവിടെ ഒരു മാറ്റം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാനായിട്ട് വെറുതെ. ഞാൻ പറഞ്ഞോണ്ടാണോ നീ നേരത്തെ പോണേ? ഏയ് അതൊന്നുമല്ല. പോയിട്ട് കുറച്ച് കാര്യങ്ങളുണ്ട്. ഒരു ദിവസമല്ലേ നേരത്തെ ആക്കിയുള്ളൂ. പിന്നെ എനിക്ക് തോന്നുന്നു അമ്മയുടെ ഹെൽത്തും ഇപ്പോൾ ബെറ്ററായി വരുന്നുണ്ടെന്ന്. അറിയില്ല. എപ്പോഴാണ്? 1 മണിക്കൂർ. നിഖിലായിട്ട് സംസാരിച്ചോ? ഇല്ല, സംസാരിക്കണം. അവനോട് ദേഷ്യപ്പെടണ്ട. അവൻ്റെ പ്രായതല്ലേ. എല്ലാം പാക്ക് ചെയ്തില്ലേ? ആ. ആദരയോട് പറഞ്ഞോ? ഇല്ല. പോയി പറഞ്ഞിട്ടോ? വേമ്പ. താങ്ക് യു. എന്തിന്? അച്ഛൻ്റെ ഇടിക്കും തൊഴിക്കുവാണോ? For getting me back on my feet. ഇതിന് മുന്നേയുള്ള എൻ്റെ അവസ്ഥ കാണേണ്ടതായിരുന്നു. താങ്ക് യു നിഖിൽ. യു ആർ എ നൈസ് പേഴ്സൺ. ഇങ്ങനെ തന്നെ ഇരുന്നാൽ മതി. നമ്മൾ ഒന്നിച്ചുള്ള മൊമെന്റ്സ് ഞാൻ എപ്പോഴും ചെറിഷ് ചെയ്യും. ഞാനും. എനിക്ക് എന്തൊക്കെയോ പറയണം എന്നുണ്ട്. എല്ലാം മിക്സ്ഡപ്പായി കിടക്കുക. പറ്റിയ ഞാനൊരു മെയിൽ അയക്കാം. ഇനി എന്താ? കുറച്ചൊക്കെ ട്രാവൽ ചെയ്യണം. അവളെ കാണാന്? ഏയ്, ഇവിടെ വന്ന പിന്നെ എനിക്കൊരു ക്ലോഷറായി. സമയായി. ഇറങ്ങ പറഞ്ഞില്ലേ? ഇല്ല. ഞാൻ പോണോ? ഇതിന് നമ്മളെ മോളെ ചക്കനെ കൊണ്ട് കിട്ടിക്കാനോ? നിങ്ങൾ ആങ്ങളമാരോട് പറയണോ? തോത്താൻ എന്നോട് പറയരുത് കേട്ടോ. എടാ, വണ്ടി വന്നിട്ടുണ്ട്. വരാം.
ഇനി എപ്പോഴാ അറിയില്ല. നോക്കാം. സേതോട്ടാ, എന്താ എന്താ പറ്റിയേ? വണ്ടി സൈഡാക്കി.